कृष्ण कृष्ण मुकुन्द जनार्दन कृष्ण गोविन्द नारायण हरे अच्युतानन्द गोविन्द माधव सच्चिदानन्द नारायण हरे। गोविन्द नाम संकीर्तनं गोविन्द गोविन्द। पीताम्बरं करविराजित शङ्खचक्रकौमोदगी सरसिजं करुणासमुद्रं राधासहायमतिसुन्दरमन्दहासं पातालयेशमनिशं प्रति भावयामि। तथामयीं भागवताभिधानां हरेतनुं ते चरितैस्तुतीयै यथामतित्वल्परितोषकामस्तौमि प्रसीदाच्युत मारुतेश। श्रीगुरुवायूरप्पा शरणं, श्रीगुरुवायूरप्पा शरणं, श्रीगुरुवायूरप्पा शरणं। प्रत्यक्ष कृष्ण एव हि ശ്രീമദ് ഭാഗവതം പ്രത്യക്ഷമായ ഭഗവാന്റെ സ്വരൂപമാണ്. ആ ശ്രീമദ് ഭാഗവത സ്വരൂപത്തിൽ സാക്ഷാൽ ഭഗവാൻ നമ്മളേതാ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു. എവിടെ ഇരുന്നാണോ ഭാഗവതം പാരായണം ചെയ്യുന്നത്, എവിടെയാണോ ഭാഗവതത്തിനെ അനുസ്മരിക്കുവാൻ സാധിക്കുന്നത്, ഏതൊരു ഗൃഹത്തിലാണോ ശ്രീമദ് ഭാഗവതം ഉള്ളത്, തദ്ഗൃഹം അർത്ഥരൂപം ഹി വസതാം പാപനാശനം. പിന്നീട് അതിന് ഗൃഹം എന്നല്ല പറയുക, തീർത്ഥം എന്നാണ് ഇതാ പറയുക. ദുഃഖത്തിനെ തരണം ചെയ്യുന്ന തീർത്ഥമായിട്ട് മാറും. നമ്മളൊരു സ്ഥലത്തിരുന്ന് ഭാഗവതം വായിക്കുമ്പോൾ, ഭാഗവതത്തിലെ കഥകളൊക്കെ പറയാനായിട്ട് ഇതാ പുറപ്പെടുമ്പോ കോടി ജന്മങ്ങളിൽ നമ്മൾ ചെയ്തതായിരിക്കുന്ന പാപകർമ്മങ്ങള് നശ്യതേ അത്ര സംശയ. ഏതെങ്കിലും ദുരിതങ്ങളോ ദുഃഖങ്ങളോ നമ്മളെ ബാധിക്കുന്നുണ്ടെങ്കിൽ അതിന് ചെയ്തു കൂട്ടിയതായിരിക്കുന്ന പാപകർമ്മങ്ങളൊക്കെ ഭാഗവതം പാരായണം ചെയ്യുന്നതോടുകൂടി ആ ഗൃഹത്തിൽ നിന്ന് ഇല്ലാതായിട്ട് തീരുന്നു. ഏതേത് ആഗ്രഹങ്ങളാണോ നമുക്ക് ജീവിതത്തിലുള്ളത്, അതാത് ആഗ്രഹങ്ങളെ മുഴുവനും ഭഗവാൻ സാധിപ്പിച്ചതാ തരുന്നു. ഒരു ഗൃഹത്തിൽ വെച്ച് ശ്രീമദ് ഭാഗവതം പാരായണം ചെയ്യാൻ സാധിക്കുക, അവിടെ ഇരുന്ന് ഭാഗവതം കേൾക്കാനായിട്ട് സാധിക്കുക. കൂടുതൽ പ്രാധാന്യം ഉണ്ട്. ഭാഗവത മഹാത്മ്യത്തില് വർണ്ണിക്കുന്നുണ്ട്, എല്ലാ ഗൃഹത്തിലും ഈ ശ്രീമദ് ഭാഗവതത്തിനെ ഞാനിതാ കൊണ്ടെത്തിക്കും. നാരദ മഹർഷിയുടെ വാക്കുകളാണ്. നാരദ മഹർഷി അന്ന് പറഞ്ഞതിനനുസരിച്ചാണ് ഗൃഹേ ഗൃഹേ ഭാഗവതം. ഓരോ ഗൃഹങ്ങളിലേക്കും ഇപ്പോ ഈ ഭാഗവത എത്തിച്ചേരുന്നു. പണ്ടൊക്കെ നമുക്ക് ഭാഗവതം കേൾക്കണം എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും പ്രശസ്തമായിരിക്കുന്ന ക്ഷേത്രങ്ങളിലൊക്കെ എപ്പോഴെങ്കിലും ഒക്കെ ഉണ്ടായാലായി. അപ്പോ അവിടെ പോയി ഇരുന്ന് കഴിഞ്ഞാലേ നമുക്ക് ഭാഗവതം കേൾക്കാനായിട്ട് സാധിക്കുന്നു. എന്നാൽ ആലോചിച്ച് നോക്കൂ, നാരദ മഹർഷിയുടെ ആ വാക്കിനനുസരിച്ച് ഇനി ഈ ഭാഗവതം ഇങ്ങനെ ലോകം മുഴുവനും അങ്ങനെ പ്രചരിച്ചതാ കൊണ്ടിരിക്കുക. എല്ലാവരും ഇപ്പോ ഏത് ഗ്രന്ഥത്തിന്റെ പിന്നിലാ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഭാഗവത ഗ്രന്ഥത്തിന്റെ പിന്നിലാണ്. ഭാഗവതം പഠിക്കാൻ സാധിക്കുന്ന, ഭാഗവതം പഠിക്കാൻ സാധിക്കുന്ന, ഭാഗവതം പാരായണം ചെയ്യുന്നുണ്ട് എന്ന് കേട്ടാൽ അവിടേക്ക് ഭക്തന്മാരായിരിക്കുന്ന ആളുകളൊക്കെ ഇങ്ങനെ ഒഴുകി 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 അവർക്ക് ഈ ഭാഗവതത്തിന്റെ അടുത്തേക്ക് എത്തിച്ചേരുവാനായിട്ട് സാധിക്കും. ഇത്രയധികം പ്രാധാന്യമാണ് ശ്രീമദ് ഭാഗവത പാരായണത്തിന്. ഭാഗവതം കേൾക്കുക എന്നുള്ളതിന് അത്രയധികം പ്രാധാന്യമുണ്ട്. അപ്പോ കേൾക്കുന്ന സമയത്ത് നമ്മൾ ഇന്നലെ അനുസ്മരിച്ചു, എങ്ങനെ വേണം കേൾക്കുക അല്ലെ? കാതുകൊണ്ട് നന്നായിട്ട് കേൾക്കാനായിട്ട് സാധിക്കണം. അതിനാണ് കൂടുതൽ പ്രാധാന്യം. ഇങ്ങനെ ഭാഗവതത്തിന് 10 ലക്ഷണങ്ങളാണ് എന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞത് സമർപ്പിച്ചു. സർഗം, വിസർഗം, സ്ഥാനം, പോഷണം, ഊതി, മന്വന്തരം, ഈശാനുകഥ, നിരോധം, മുക്തി, ആശ്രയം. അതില് സർഗ ലക്ഷണങ്ങളെയാണ് തൃതീയ സ്കന്ധത്തില് വർണ്ണിച്ച് സമർപ്പിച്ചത്. സാക്ഷാൽ ഭഗവാൻ എങ്ങനെയാണ് ഈ ലോകത്തിനെ സൃഷ്ടിച്ചത്. അപ്പോഴാണ്
ബ്രഹ്മാവിന്റെ കഥ വർണ്ണിക്കുന്നത്. അങ്ങനെ ബ്രഹ്മാവിലൂടെ ഈ ലോകത്തുണ്ടായതായിരിക്കുന്ന അനവധി ജീവജാലങ്ങളുടെ കഥ നമുക്കിതാ കേൾക്കാനായിട്ട് സാധിച്ചു. പരീചി, അത്രി, അങ്കിരസ്, പുലസ്ത്യൻ, പുലഹൻ, ക്രതു, ഭൃഗു, വസിഷ്ഠൻ, നാരദൻ തുടങ്ങിയതായിരിക്കുന്ന അനവധി ഭക്തന്മാരായിരിക്കുന്ന ആളുകളുടെ ചരിത്രം നമുക്കിതാ ഇന്നലെ കേൾക്കാനായിട്ട് സാധിച്ചു. അതിലോ ബ്രഹ്മാവിന്റെ നിഴലിൽ നിന്ന് ഉണ്ടായതായ കർത്തവ പ്രജാപതി സാഖ്യയോഗം സ്വീകരിച്ചുകൊണ്ട്, പൂജാവിധി സ്വീകരിച്ചുകൊണ്ട് സാക്ഷാൽ ഭഗവാനെ ഉപാസിച്ച് ആ ദേവഹൂതി ദേവിയെ വിവാഹം കഴിച്ച് അതില് സാക്ഷാൽ ഭഗവാൻ തന്നെ കപില വാസുദേവരായിട്ട് അവതരിച്ച് ആ ഭഗവാൻ ദേവഹൂതി ദേവിയെ, അമ്മയെ മുൻനിർത്തി ഈ ലോകത്തിന് തന്നതായിരിക്കുന്ന ഉപദേശ ഭാഗങ്ങളാണ് തൃതീയ സ്കന്ധത്തിന്റെ അവസാന ഭാഗങ്ങളായി നമ്മളത് അനുസ്മരിച്ചത്. കപിലോപദേശം ഒക്കെ കേൾക്കാനായിട്ട് സാധിച്ചു. അതാണ് സർഗലക്ഷണം എന്ന് പറയും. പിന്നീടാണ് വിസർഗം എന്നുള്ളത്. അപ്പൊ വിസർഗം എന്ന് പറഞ്ഞാൽ സൃഷ്ടിച്ച വസ്തുവിൽ നിന്നും ഉണ്ടായതായ ആ സൃഷ്ടികളെ പറ്റിയിട്ടാണ് നാലാമത്തെ സ്കന്ധത്തില് വർണ്ണിക്കണം. അപ്പൊ നാലാമത്തെ സ്കന്ധത്തിന്റെ ലക്ഷണം വിസർഗം എന്നുള്ളതാണ്. മനോസ്തുശതരൂപായ തിസ്രകന്യാശ്ചജ്ഞിരേ ആപോദിർദേവഹൂതിശ്ച പ്രസൂതിരിതി വിശ്രുതാഃ. സ്വയംഭൂ മനു ശതരൂപയെ വിവാഹം കഴിച്ചു. തിസ്ര കന്യാശ്ചജ്ഞിരേ, അതിലവർക്ക് 3 പെൺകുട്ടികൾ ഉണ്ടായി. ആകൂതി, ദേവഹൂതി, പ്രസൂതി. മാത്രമല്ല 2 ആൺകുട്ടികളും ഉണ്ടായി, പ്രിയവ്രതൻ, താനപാതൻ. ഇങ്ങനെ 5 കുട്ടികളാണ് ഈ സ്വയംഭൂ മനുവിന് ഉണ്ടായത്. അതില് ദേവഹൂതി ദേവിയുടെ ചരിത്രം നമുക്ക് നേരത്തെ കേൾക്കാൻ സാധിച്ചു. പിന്നീടാണ് ആദ്യ പുത്രിയായിരിക്കുന്ന ആകൂതി ദേവിയുടെ ചരിത്രം പറയുന്നത്. ആ ആകൂതി ദേവിയെ രുചി പ്രജാപതിയാണ് വിവാഹം കഴിച്ചത്. എങ്ങനെ? പുത്രികാധർമ്മമാശ്രിത്യ, പുത്രികാധർമ്മത്തിനനുസരിച്ച് വിവാഹാദി കാര്യങ്ങളൊക്കെ നടത്തി. ഇപ്പൊ പുത്രികാധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണയ്ക്ക് ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു കൊടുത്താൽ ആ പുരുഷന്റെ കുടുംബത്തിനാണ് അതിലുണ്ടാവുന്നതായിരിക്കുന്ന കുട്ടികൾക്കൊക്കെ അവകാശം ഉണ്ടാവുക. അല്ലെങ്കിൽ ആ പേരിലാണ് കുട്ടികളെ അത് അറിയാൻ. എന്നാ പുത്രികാധർമ്മം എന്ന് പറഞ്ഞാലോ, വിവാഹം കഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അമ്മയുടെ കുടുംബത്തിന് അവകാശം, അങ്ങനെ അമ്മയുടെ പേരിലാണ് അറിയപ്പെടുക. അങ്ങനെ ഒരു പ്രത്യേക രീതിയിലാണ് ആ വിവാഹാദി കാര്യങ്ങളൊക്കെ നടന്നത്. ഇങ്ങനെ ആ വിവാഹത്തില് ആകൂതി ദേവിയെ വിവാഹം കഴിച്ചു കൊടുത്ത് രുചി പ്രജാപതിയില് ആകൂതി ദേവിക്ക് സാക്ഷാൽ ഭഗവാൻ തന്നെ മിഥുനം ബ്രഹ്മവർച്ചസി. ഇവിടെ 2 രൂപത്തില് ഭഗവാൻ അവതരിച്ചു. സാക്ഷാൽ മഹാവിഷ്ണു യജ്ഞൻ എന്നുള്ള ഭാവത്തോട് കൂടിയിട്ടാണ് അവതരിച്ചത്. അപ്പോ തന്റെ ഭർത്താവ് എവിടെയാണോ ഇരിക്കുന്നത് അവിടെ തന്നെയാണ് ഞാൻ ഇരിക്കേണ്ടത് എന്നുള്ള ഭാവത്തോടു കൂടി ഭഗവാന്റെ ഭാര്യയായ, മഹാവിഷ്ണുവിന്റെ ഭാര്യയായിരിക്കുന്ന ലക്ഷ്മി ഭഗവതി ദക്ഷിണ എന്നുള്ള പേരോട് കൂടിയിട്ടാണ് ആ ഭാഗത്തിലേക്ക് ഇവിടെ വന്ന് അവതരിച്ചത്. അപ്പൊ യജ്ഞം, നമ്മളൊക്കെ ഭഗവാന്റെ അടുത്തേക്ക് എത്തിച്ചേരാൻ വേണ്ടി പലതരത്തിലുള്ള യജ്ഞങ്ങളൊക്കെ നടത്തും. യജ്ഞവും യാഗവും ഒരേപോലെയാണ്. എന്തിനാ ഈ യജ്ഞങ്ങളൊക്കെ നടത്തുന്നത്? യാഗങ്ങളൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ നടത്തുന്നത്? പല ഐശ്വര്യം ഉണ്ടാവണേ ഭഗവാനെ, സ്വർഗീയ സുഖ സൗകര്യങ്ങളൊക്കെ ഈ ലോകത്തിൽ ഇരുന്ന് തന്നെ അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് ആളുകള് യാഗങ്ങളും യജ്ഞങ്ങളും ഒക്കെ നടത്തുന്നത്. അപ്പൊ യജ്ഞം തന്നെ 2 തരത്തിലാണ് എന്ന് പറയും. ഒന്ന്, യൂപങ്ങൾ ഉള്ളതിനെ യാഗമെന്നും, യൂപങ്ങൾ ഇല്ല എന്നുണ്ടെങ്കിൽ അതിനെ യജ്ഞം എന്നും പറയും. അപ്പൊ യൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുവെച്ചാൽ സാധാരണ ഈ യാഗങ്ങളൊക്കെ മഹാരാജാക്കന്മാരാണ് നടത്തുന്നത്. അപ്പൊ മഹാരാജാക്കന്മാർ യാഗം നടത്തുമ്പോ അതിന് ആ യാഗഭൂമിയില് ഒരു വലിയ കുറ്റിയടിച്ച് കെട്ടിയിട്ടത് കാണാം. അതെന്തിനാ ചോദിച്ചു കഴിഞ്ഞാൽ സകല ദേവീദേവന്മാരെയും ആ യാഗഭൂമിയിലേക്ക് ക്ഷണിച്ച് ഇരുത്തുന്ന സമയത്ത് ഒരാളും കൂടി വിളിച്ചതാ അവിടെ ഇരുത്തും. ആരെയാണ്? സാക്ഷാൽ യമധർമ്മ രാജാവിനെ ഇതിന്റെ മോള് ബന്ധിപ്പിച്ച് നിർത്തുന്നത്. അപ്പൊ യമധർമ്മ രാജാവ് അവിടെ വന്നിരുന്നു കഴിഞ്ഞാലോ പിന്നെ മൃത്യു ആ ഭാഗത്ത് ഉണ്ടാവില്ല. അപ്പൊ മരണദേവതയെ കൂടി ആ യാഗഭാഗത്തിലേക്ക് വരുത്തുക യാഗങ്ങള്, അതിനാണ് യൂപങ്ങൾ എന്ന് പറയും. അപ്പൊ യൂപം മൃത്യു ശാമിത്ര കർമ്മണി എന്ന് പറയും. ഒരു പ്രത്യേക കർമ്മമാണ് ശാമിത്ര കർമ്മം എന്ന് പറഞ്ഞാൽ മൃത്യുദേവനെ
യാഗഭാഗത്തിലേക്ക് വിളിച്ചു വരുത്താൻ വേണ്ടിയിട്ടാണ് ഈ രൂപങ്ങൾ അതാ ഉള്ളത്. അപ്പൊ രൂപങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ യാഗങ്ങൾ എന്നും, രൂപങ്ങൾ ഇല്ല എന്നുണ്ടെങ്കിൽ അതിനെന്ത് പറയും? യജ്ഞങ്ങള് എന്നതാ പറയും. അപ്പൊ ഇപ്പൊക്കെ നമ്മള് യജ്ഞങ്ങളൊക്കെ അതാ നടത്തുന്നു. ഇപ്പൊ നമ്മൾ നടത്തുന്നത് എന്താണ്? ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം എന്നാണ് ഇതാ പറയുക. അപ്പൊ യജ്ഞഭാവത്തിൽ സാക്ഷാൽ ഭഗവാനെ നമ്മൾ ഉപാസിക്കുമ്പോ എല്ലാവിധ ഐശ്വര്യവും ഭഗവാൻ നമുക്കതാ പ്രദാനം ചെയ്യുന്നുണ്ട്. ഐശ്വര്യം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് യജ്ഞങ്ങൾ നടത്തുന്നത്. ഭഗവാൻ ഉപാസിക്കുന്നതിന് എന്തിനു വേണ്ടിയിട്ടാണ്? ഐശ്വര്യം ഉണ്ടാവണേ, ഐശ്വര്യം ഉണ്ടാവണേ, ഐശ്വര്യം ഉണ്ടാവണേ എന്ന് തന്നെയാണ് എല്ലാവരും ഭഗവാനോട് ഇതാ പ്രാർത്ഥിക്കുക. സ്വർഗീയ സുഖ സൗകര്യങ്ങൾ അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഗണപതി ഹോമം നടത്തുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഗണപതി ഹോമത്തിന്റെ ഈ ഹോമത്തിന്റെ വലിയൊരു ഭാഗമാണ് യാഗം എന്നുള്ളത്. ആ യാഗം നടത്തുന്നുണ്ടെങ്കിൽ ലോകത്തുള്ള എല്ലാവർക്കും ഐശ്വര്യം ഉണ്ടാവണേ, എല്ലാവർക്കും ഐശ്വര്യം ഉണ്ടാവണേ എന്ന് വിചാരിച്ചാണ് യാഗം നടത്തുന്നത്. അതേപോലെ തന്നെയാണ് യജ്ഞങ്ങള്. അപ്പൊ യജ്ഞങ്ങളൊക്കെ എപ്പോഴാ അത് പരിപൂർണമായിട്ട് ഇതാ മാറുക? അതാണ് ദക്ഷിണ എന്നുള്ളതായിരിക്കുന്ന ഭാവത്തില് സാക്ഷാൽ മഹാലക്ഷ്മി അവിടെ അതാ എത്തിച്ചേർന്നു. ഏതൊരു യജ്ഞവും എപ്പോഴേ പൂർണ്ണമാവൂ? ദക്ഷിണ സമർപ്പിക്കുന്ന സമയത്ത് മാത്രമേ ആ യജ്ഞത പൂർണ്ണമായിട്ട് മാറുള്ളൂ. അപ്പൊ ദക്ഷിണയൊക്കെ സമർപ്പിക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചു നോക്കിക്കോളൂ, അതിലുള്ള ഒരു കാര്യമാണ് വെറ്റില എന്നുള്ളത്, അല്ലെ? അപ്പൊ ആ വെറ്റിലയായിട്ട് വെറ്റിലയായിട്ടിരിക്കുന്നത് ആരാണ്? മഹാലക്ഷ്മിയാണ്. അപ്പൊ മഹാലക്ഷ്മി നമ്മള് ദക്ഷിണയൊക്കെ കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. എങ്ങനെ ആ ദക്ഷിണ കൊടുക്കുമ്പോ വെറ്റില എങ്ങട്ടാ വെക്കുക? വെറ്റിലയുടെ നമ്മളുടെ അടുത്തേക്കാണ് ഇതാ വെക്കുക. അടയ്ക്ക, വെറ്റില, വസ്ത്രം, അതില് ദക്ഷിണയൊക്കെ പണമൊക്കെ എടുത്തു വെച്ച് അതില് ആ വെറ്റില വെക്കുന്ന സമയത്ത് നമ്മളുടെ അടുത്തേക്കാണ് മഹാലക്ഷ്മിയുടെ ഭാഗം വെക്കാനുള്ളത്, അല്ലേ? വെറ്റിലയുടെ ആ നാക്കുള്ള ഭാഗത്താണ് ആയിരിക്കുന്നത്? മഹാലക്ഷ്മി ഇതായിരിക്കുന്നത്. അപ്പൊ നമ്മളുടെ ഭാഗത്തേക്കാണ്. ആർക്കാണ് ഐശ്വര്യം ഉണ്ടാവേണ്ടത്? നമുക്കാണ്. നമ്മൾ ചെയ്യുന്നതായിരിക്കുന്ന ആളുകൾക്ക് ഐശ്വര്യം ഉണ്ടാവാൻ വേണ്ടി ആ ദക്ഷിണ എന്നുള്ള ഭാവത്തോടു കൂടി മഹാലക്ഷ്മിയും ഈ ഭൂമിയിൽ ഇത് അവതരിച്ചു. അപ്പൊ യജ്ഞങ്ങളൊക്കെ നടത്തി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അത് ആരാണോ നടത്താൻ വേണ്ടിയിട്ട് ഏർപ്പാടാക്കിയത് അവരുടെ അടുത്ത് ഈ ദക്ഷിണ കൊടുക്കുന്ന സമയത്ത് അവര് നന്നായിട്ട് അനുഗ്രഹിക്കുന്ന സമയത്ത് ഒരിക്കലും അവരിൽ നിന്നല്ല നമുക്ക് അനുഗ്രഹം ഉണ്ടാവുന്നത്. അതിൽ നിന്നാണ്? ഈ ദക്ഷിണാദേവിയിൽ നിന്നാണ് അനുഗ്രഹം നമുക്കതാണ്ടാവും. ആരാ ദക്ഷിണാദേവി? സാക്ഷാൽ മഹാലക്ഷ്മിയാണ്. ഐശ്വര്യത്തിന്റെ ദേവതയായിരിക്കുന്ന മഹാലക്ഷ്മിയാണ് നമ്മളത് അനുഗ്രഹിക്കുന്നത്. ഇങ്ങനെ യജ്ഞത്തിന്റെ ഭാര്യയായിക്കൊണ്ട് സാക്ഷാൽ ദക്ഷിണ എന്നുള്ളതായിരിക്കുന്ന പേരോട് കൂടിയിട്ട് സാക്ഷാൽ മഹാലക്ഷ്മി ഈ ഭൂമിയിൽ ഇതാ അവതരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പ്രത്യേകത? ഏത് യജ്ഞം നമ്മൾ നടത്താൻ പുറപ്പെട്ടു കഴിഞ്ഞാലും അതിൽ നിന്ന് നമുക്ക് എന്താ ഉണ്ടാവുന്നത്? ഐശ്വര്യമാണ് ഇതാ ഉണ്ടാവുന്നത്. എല്ലാവിധ ഐശ്വര്യത്തിനെയും പ്രദാനം ചെയ്യാൻ വേണ്ടി മഹാലക്ഷ്മി ഈ ഭൂമിയിൽ ഇതാ അവതരിച്ചു. അങ്ങനെ ആ വംശം വർണ്ണിച്ച് വരുന്ന സമയത്താണ് ഇവിടെ അത്രി അനസൂയ ആ ദമ്പതിമാരുടെ ഒക്കെ ചരിത്രം വർണ്ണിക്കുന്നത്. അവരുടെ പാതിവ്രത്യത്തിന്റെ ചരിത്രമാണ് വർണ്ണിക്കുന്നത്. അത്രി മഹർഷിയുടെ ഭാര്യയാണ് അനസൂയാദേവി. അനസൂയാദേവിക്ക് അത്രയധികം പാതിവ്രത്യമാണ് എന്ന് പറയും. പാതിവ്രത്യം എന്ന് പറഞ്ഞാൽ പതിവ്രതാധർമ്മം അനുഷ്ഠിക്കുക. ഏതൊരു സ്ത്രീയും ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ടതായിരിക്കുന്ന ഒരു ധർമ്മമാണ് പാതിവ്രത്യ ധർമ്മം. പാതിവ്രത എന്ന് പറഞ്ഞാൽ ഒരു പുരുഷന്റെ അടുത്ത് മാത്രം നിന്നതായിരിക്കുന്ന സ്ത്രീയെയാണ് പതിവ്രത എന്നതാ പറയാം. അപ്പൊ അത്രയധികം പാതിവ്രത്യം അനുഷ്ഠിക്കുന്ന ഒരു സ്ത്രീയാണ് അനസൂയാദേവി. അതാണ് കന്യകമാരെ പറയുന്ന സമയത്ത് 5 കന്യകമാരെ നമ്മൾ സ്ഥിരമായിട്ട് ഓർക്കണം എന്ന് പറയും. ആരൊക്കെയാണത്? പഞ്ചകന്യകമാര്: അഹല്യ, ദ്രൗപദി, സീത, താര, മണ്ഡോദരി തഥ. അല്ലേ? പഞ്ചകന്യാരത്നം എന്ന് പറയും. അതേപോലെ പ്രാധാന്യമാണ് ഈ അനസൂയാദേവിക്ക്. അപ്പൊ ഈ അനസൂയാദേവിക്ക് എത്രത്തോളം പാതിവ്രത്യം ഉണ്ട് എന്ന് അറിയാൻ വേണ്ടി ബ്രഹ്മാദി ദേവന്മാര്, ബ്രഹ്മാവ്, മഹാവിഷ്ണു, മഹാദേവൻ, എങ്ങനെ അത്രി മഹർഷി ആശ്രമത്തിൽ ഇല്ലാത്ത സമയത്ത് അനസൂയാദേവിയുടെ അടുത്ത് എത്തിച്ചേർന്നത്. അപ്പൊ അനസൂയാദേവി ചോദിച്ചു, അല്ല എന്തിനാ ഇപ്പൊ നിങ്ങൾ എങ്ങോട്ട് വന്നത് ചോദിച്ചു. അപ്പൊ 3 പേരും കൂടി ഒരുമിച്ച് പറഞ്ഞു, ഞങ്ങളുടെ ആഗ്രഹം എന്താ ചോദിച്ചാൽ നിന്നെ വസ്ത്രമില്ലാതെ കാണണം, അതാണ് ഞങ്ങളുടെ ആഗ്രഹം എന്ന് പറഞ്ഞിട്ടേ. ആലോചിച്ച് നോക്കൂ, ഒരു സ്ത്രീയോടൊക്കെ പറഞ്ഞു കഴിഞ്ഞാലോ. ഏതായാലും അനസൂയാദേവി പറഞ്ഞു, ത്രിമൂർത്തികളെ നിങ്ങളൊക്കെ വന്ന് ആവശ്യപ്പെട്ടതല്ലേ, ഏതായാലും ഇവിടുന്ന് വേണ്ട, അകത്തേക്ക് വന്നോളൂ പറഞ്ഞിട്ടേ. അങ്ങനെ 3 പേരെയും ആ ആശ്രമത്തിന്റെ ഉള്ളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി എന്ന് മാത്രമല്ല, തന്റെ പാതിവ്രത്യം കൊണ്ട് ഇപ്പോ ഉണ്ടായ കൈക്കുഞ്ഞുങ്ങളെ പോലെ ആക്കിയതാ മാറ്റിയിട്ട്. ഇപ്പോ ബ്രഹ്മാവും മഹാദേവനും മഹാവിഷ്ണു ഒക്കെ
എന്താണ് ഓരോ തൊട്ടിൽ ഇങ്ങനെ കിടക്കുക. തൊട്ടിൽ ഇങ്ങനെ കിടന്ന് അവരിങ്ങനെ ഉറക്ക കരയാനായിട്ട് ഇതാ പുറപ്പെട്ടു. എന്തിനാ കരയണത്? കിട്ടണമെന്നൊന്നും കിട്ടിയില്ല, അത് തന്നെ പാല് കിട്ടണ്ടേ, പാല് കൊടുക്കാനായിട്ട് ഇതാ പറ്റുമോ? പ്രസവിക്കാത്ത സ്ത്രീക്ക് എങ്ങനെയാ പാല് കൊടുക്കാൻ പറ്റുക? അപ്പൊ എവിടുന്നാ പാല് കിട്ടുക എന്നുള്ളത് ഇവർ അന്വേഷിച്ചു. അങ്ങനെ ആ അനസൂയാദേവിയുടെ ആശ്രമത്തിന്റെ നേരെ മുന്നില് വലിയൊരു മരം, ആ മരത്തിൽ നിന്ന് വീഴുന്നതായിരിക്കുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള ഇല, അതിനാണ് അനസൂയാപത്ര എന്ന് പറയുന്നത്. ആ അനസൂയാപത്ര കുമ്പിളിന്റെ ആകൃതിയിലാണ്. അതില് പാലാക്കിയിട്ട് ഈ 3 കുട്ടികൾക്കും, ബ്രഹ്മാവിനും മഹാദേവനും മഹാവിഷ്ണുവിനൊക്കെ കുറേശ്ശതാ കൊടുത്തു. ഇങ്ങനെ കൈലാസപർവ്വതത്തില് പാർവതി ദേവി തന്റെ ഭർത്താവ് എവിടെയാന്നുള്ളത് പല സ്ഥലത്തും പോയി അന്വേഷിച്ചു, എവിടെയും കണ്ടില്ല. മഹാവിഷ്ണു എവിടെയാന്നുള്ളത് ലക്ഷ്മി ഭഗവതി അന്വേഷിച്ചു, കണ്ടില്ല. അങ്ങനെ സരസ്വതി ദേവി ബ്രഹ്മാവ് എവിടെയാന്നുള്ളത് അന്വേഷിച്ചു. അങ്ങനെ 3 സ്ത്രീകളും കൂടി 3 ദേവിമാരും കൂടി നേരെ ഇപ്പോ ആ അനസൂയാദേവിയുടെ ആശ്രമത്തിലേക്ക് എത്തിച്ചേർന്നപ്പോ ചോദിച്ചോത്രേ, ഞങ്ങളെ ഭർത്താക്കന്മാർ ഇവിടേക്ക് വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്. എവിടെ? അപ്പ കാണിച്ചിടാറ്, വന്നോളാൻ പറഞ്ഞു. നോക്കിയ സമയത്ത് ഇതാ അവിടെ ചെറിയ കുട്ടികളായിട്ട് തൊട്ടില് കിടക്കണത് കണ്ടു. ചോദിച്ചു എന്തേ കാരണം ചോദിച്ചു. എന്തേ കാരണം ചോദിച്ചാൽ നിങ്ങളെ ഭർത്താക്കന്മാർക്ക് കുറച്ച് കൂടിപ്പോയി, അത് തന്നെ. ഞാനോ അതിന് വേണ്ടതായിരിക്കുന്ന കാര്യം ഞാനും ഉദാഹരിച്ചു. അതാണ് പാതിവ്രത്യത്തിന് അത്രയധികം പ്രാധാന്യം നമ്മളെ സംസ്കാരത്തിൽ അതാ ഉണ്ട്. അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കഥ ചതുർത്ഥ സ്കന്ധത്തിൽ ആദ്യമായിട്ട് ഇതാ വർണ്ണിച്ചത്. പിന്നീടാണ് നരനാരായണ മഹർഷീശ്വരന്മാര് അവർ ഈ ഭൂമിയിൽ ഇതാ അവതരിച്ചു. അവര് സഹസ്ര കവചൻ എന്ന പേരായിരിക്കുന്ന ഒരു അസുരന് മോക്ഷം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഭൂമിയിൽ നരനാരായണ മഹർഷീശ്വരന്മാര് എത്തിച്ചേർന്നത്. അപ്പോ നമ്മളുടെയൊക്കെ പരദേവതമാരാണ് നരനാരായണ മഹർഷീശ്വരന്മാര് എന്ന് പറയും. അപ്പൊ ഒരു വീടുണ്ടാക്കി കഴിഞ്ഞാൽ ആ വീട്ടിൽ എന്ത് വേണം? ഒരു പൂജാമുറി ഉണ്ടായിട്ട് ആ പൂജാമുറിയിൽ ഒരു ഭഗവാൻ ഉണ്ടാവും. ആ പൂജാമുറിയിലെ ഭഗവാനെ നമ്മളതാ ഉപാസിക്കും. പിന്നെയാണ് കുലപരദേവത. കുലപരദേവത, കുലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കുലാളയതി ഇതി കുല എന്ന് പറയും. കുലാളയതി, ഭൂമിയെ രക്ഷിക്കുന്ന ദേവതയെയാണ് കുലദേവത എന്ന് പറയും. അതായത് നമ്മൾ താമസിക്കുന്നതായ ആ തറവാട്, ആ തറവാട്ടിലുള്ള ആ ഭൂമിയെ രക്ഷിക്കുന്നതായിരിക്കുന്ന ദേവത, ആ ദേവതയെ നമ്മൾ എന്ത് വേണം? എല്ലാ സമയത്തും നമ്മൾ ബഹുമാനിക്കണം. ആ കുലപര ദേവതയ്ക്ക് പൂജാതി കാര്യങ്ങൾ നടത്തുക, കുലപര ദേവതയെ മനസ്സിലേക്ക് ധ്യാനിക്കുക. അപ്പൊ നമ്മള് ആ കുലത്തിന്റെ തറവാടിന്റെ തറവാട്ടിലാണ് നമ്മൾ താമസിക്കുന്നത് വെച്ചാൽ എപ്പോഴും നമുക്ക് പോയിട്ട് കാണാം. അപ്പൊ കുറേ ദൂരത്താണ് നമ്മൾ താമസിക്കുന്നത് എന്നുണ്ടെങ്കിലോ എവിടെയാണെന്നുണ്ടെങ്കിലും നമ്മൾ രാവിലെ കുളി കഴിഞ്ഞിട്ട് വെച്ചാൽ ആ കുലപര ദേവതയെ ഒന്ന് മനസ്സിലേക്ക് ധ്യാനിക്കുന്നതോടുകൂടി തന്നെ, അവരെ ഒന്ന് മനസ്സിൽ നമസ്കരിക്കുന്നതോടുകൂടി തന്നെ ആ കുലപര ദേവത നമ്മളത് അനുഗ്രഹിക്കണം. അല്ലെ, കുലപര ദേവതയ്ക്ക് വേണ്ടതായിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്ന സമയത്താണ് നമ്മൾ ഏത് വീട്ടിലാണോ ഇരിക്കുന്നത് അവിടെ നമുക്ക് സുഖമുണ്ടാവുന്നത്, അവിടെ നമുക്ക് സന്തോഷത ഉണ്ടാവുന്നത്. അപ്പൊ കുലപര ദേവതയ്ക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടതാണ്. പിന്നീടാണ് ദേശദേവതകള്. വീടിന്റെ അടുത്തുള്ളതായിരിക്കുന്ന ആ അമ്പലത്തിലുള്ള ദേവന്മാർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. പിന്നീട് നമ്മളെ രാജ്യത്തിലുള്ള, നമ്മളെ സംസ്ഥാനത്തിലുള്ള പ്രധാനപ്പെട്ടതായിരിക്കുന്ന ക്ഷേത്രത്തിലൊക്കെ പോയി ആ ദേവീ ദേവന്മാരുടെ അനുഗ്രഹം വാങ്ങിക്കുക. പിന്നീടാണ് എന്ത് വേണ്ടത്? നമ്മളെ രാജ്യത്തിനെ രക്ഷിക്കുന്നതായിരിക്കുന്ന ദേവതമാര്. അപ്പൊ നമ്മളെ രാജ്യത്തിന്റെ പരദേവതമാരാണ്, നമ്മളെല്ലാവരുടെയും പരദേവതമാരാണ് നാരായണ മഹർഷീശ്വരന്മാര്. അവര് ബദരികാശ്രമത്തിലാണ് താമസിച്ചു കൊണ്ടിരിക്കുന്നത്. ബദരികാശ്രമത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അല്ലെ, നേരെ ഹിമാലയ പർവ്വതത്തിലൂടെ ദേവഭൂമിയിലൂടെ നേരെ മുകളിലേക്ക് അങ്ങനെ കയറിപ്പോണ സമയത്താണ് ഹിമാലയ പർവ്വതം കാണാനായിട്ട് സാധിക്കാം. അല്ലെ, ബദരികാശ്രമത്തിൽ എത്തിക്കഴിഞ്ഞാൽ രാവിലെ നേരത്തെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് സൂര്യൻ ഉദിക്കുന്ന സമയത്ത് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് ഒരു സ്വർണ്ണ പർവ്വതവും മറ്റൊരു ഭാഗത്ത് വെള്ളിയുടെ നിറമുള്ള ഒരു പർവ്വതവും കാണാൻ സാധിക്കും. അസ്തുത്തരസ്യം വിശിദേവതാത്മാ ഹിമാലയോ നാമ നഗാധിരാജ. ഒരു പർവ്വതം നരപർവ്വതവും മറ്റൊരു പർവ്വതമാണ് നാരായണ പർവ്വതം. ഈ നരനാരായണ മഹർഷീശ്വരന്മാര് നമ്മളുടെ പരദേവതമാണ്. ആ പരദേവതമാരെയും എന്നും വീണ് നമസ്കരിക്കണം. അതാണ് ഭാഗവതമൊക്കെ പാരായണം ചെയ്യുന്നതിന്റെ മുന്നേ നമ്മൾ പരദേവതമാരെ വീണ് നമസ്കരിക്കും. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം അതോ ജയമുദീരയേത്. നരനാരായണ മഹർഷീശ്വരന്മാരെ അവര് സഹസ്രകവചനെ വധിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ അവതരിച്ചത്. പക്ഷെ സഹസ്രകവചനവും അതേ ഒരു പ്രത്യേക വരം വാങ്ങിയിട്ടുണ്ട്. എന്താണ്? 1000 കൊല്ലക്കാലം തപസ് ചെയ്ത് ആരാണോ 1000 കൊല്ലക്കാലം എന്നോട് യുദ്ധം ചെയ്യുന്നത് അവർക്ക് മാത്രമേ
എന്റെ 1000 കവചത്തിൽ ഒരു കവചം ഇല്ലാതാക്കാനായിട്ട് സാധിക്കും. അപ്പോ ഒരാൾ 1000 കൊല്ലക്കാലം തപസ് ചെയ്യും, ഒരാൾ 1000 കൊല്ലക്കാലം യുദ്ധം ചെയ്യും. അങ്ങനെ സഹസ്ര കവചന്റെ 999 കവചവും ഇല്ലാതാക്കി ഒരു കവചം മാത്രം ബാക്കിയായി. ആ കവചത്തോട് കൂടിയിട്ടാണ് ഈ ഭൂമിയില് കർണൻ അവതരിക്കുന്നത്. അല്ലെ, കർണന്റെ അടുത്തുനിന്ന് ആ കവചം കിട്ടാൻ വേണ്ടിയിട്ട് കർണന്റെ അച്ഛനായിരിക്കുന്ന ഇന്ദ്രന്റെ അച്ഛനായിരിക്കുന്ന അർജുനന്റെ അച്ഛനായിരിക്കുന്ന ഇന്ദ്രൻ ഒരു ബ്രാഹ്മണ വേഷം കെട്ടി ഈ കർണന്റെ അടുത്ത് പോയി കർണനോട് കവചം ദാനമായിട്ട് ചോദിച്ചു. ഇന്ദ്രൻ ബ്രാഹ്മണ വേഷത്തിൽ വരുന്നത് കണ്ട സമയത്ത് തന്നെ ഇവിടെ ഇരുന്ന കർണൻ പറഞ്ഞു, അങ്ങ് ബ്രാഹ്മണനല്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. മാത്രമല്ല, അങ്ങ് എന്നോട് ഈ കവചം ദാനമായിട്ട് ചോദിക്കുന്നതിന്റെ കാരണം എന്താണ്? ഞാൻ മരിക്കാൻ വേണ്ടിയിട്ടല്ലേ? അങ്ങയുടെ പുത്രനായിരിക്കുന്ന അർജുനന് എന്നെ വധിക്കാൻ വേണ്ടിയിട്ടല്ലേ ഈ കവചത ചോദിക്കുന്നത്? എന്തായാലും ചോദിച്ചല്ലേ ഞാൻ തരാം. അത്രയധികം ദാനശീലനാണ് കർണൻ എന്ന് പറയും. സാധാരണക്ക് ദാനമൊക്കെ ചെയ്യുന്നതിന് കുറേ പ്രത്യേകതകളുണ്ട്. ദാനമൊക്കെ ചെയ്യാൻ ഒരാൾക്ക് എന്തെങ്കിലും കൊടുക്കുകയെന്ന് വെച്ചാൽ നമ്മൾ എന്ത് വേണം? വലത്തെ കൈകൊണ്ടേ കൊടുക്കാൻ പാടുള്ളൂ. ഒരിക്കലും ഇടത്തെ കൈകൊണ്ട് നല്ല കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. ഇതാണ് ഇടത്തെ കൈയിന് ഒരു പേരുണ്ട്, ശവഹസ്തം എന്നാണ് ഇതിന്റെ പേര്. ചീത്ത കാര്യങ്ങളൊക്കെയാണ് എന്ത് ചെയ്യുക? ഇടത്തെ കൈകൊണ്ട് നശിച്ചു പോട്ടെ എന്ന് പറഞ്ഞ് ഇടത്തെ കൈകൊണ്ട് ഇതാക്കും. ഇടത്തെ കാല് വെച്ചിട്ടല്ല ആദ്യം നമ്മൾ നടക്കുക. നമ്മളൊക്കെ ഇപ്പൊ വീട്ടിട്ടൊക്കെ കയറി വരുന്ന സമയത്ത് ഏത് കാല് വേണം ആദ്യം എടുത്ത് വെക്കുക? വലത്തെ കാലാണ് ആദ്യം എടുത്ത് വെക്കുക. അല്ലെ, കല്യാണമൊക്കെ കഴിഞ്ഞ് ഭാര്യനോട് കൂടിയിട്ട് ഇങ്ങനെ കയറി വരുമ്പോ ഭാര്യ ആദ്യം ഏത് കാലം എടുത്ത് വെക്കണു ഇതിനൊക്കെ പ്രാധാന്യം. ആദ്യം വലത്തെ കാല്, ചില ആൾക്കാർ ഏത് കാലിൽ എടുത്ത് വെച്ചിട്ട് കാര്യമില്ല. അപ്പൊ വലത്തെ കാല് ഇതാ എടുത്ത് വെച്ച് കയറുന്നതിന് കൂടുതൽ പ്രാധാന്യം ഉണ്ടാവും. പിന്നെ ഇടത്തെ കാല് വെച്ചിട്ട് നമ്മൾ എങ്ങോട്ടാ വരിക? എങ്ങോട്ടാണ്? അതാണ് ശത്രുപക്ഷത്തിലേക്ക് കയറി വരുന്ന സമയത്ത് ഏത് കാല? ഇടത് കാലാണ്. അല്ലെ, ലെഫ്റ്റ് റൈറ്റ് എന്നാണ്. ലെഫ്റ്റ് റൈറ്റ്. ആദ്യം ഇടത്തെ കാലാണ് നമ്മൾ ഇതാ എടുത്ത് വെക്കും. അതാണ് ഊട്ടാൻ ഇടതു കാൽ വെച്ച്, അല്ലെ, രംഗയിലേക്ക് ഹനുമാൻ സ്വാമി ആദ്യം ഏത് കാലാ വെച്ചത്? ഇടത്ത് കാലാണ് ആദ്യം എടുത്ത് വെച്ച് അവിടേക്ക് കയറി. അപ്പൊ ഇടത്ത് കൈ കൊണ്ട് നല്ല കാര്യങ്ങൾ ചെയ്യല്ല. എന്താ നല്ല കാര്യങ്ങളൊക്കെ എപ്പോഴും നമ്മള് വലത് കൈ കൊണ്ടാണ് ചെയ്യുക. എന്നാൽ ഈ കർണൻ ഏത് കയ്യാന്ന് ഒക്കെ പതിവില്ലാതെ. മാത്രമല്ല, എണ്ണ തേച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നല്ല കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് പറയും. എണ്ണ തേച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കാര്യങ്ങളൊന്നും നമ്മൾ ഏൽക്കാതെ പതിവില്ല. അതൊക്കെ നേരാവണ്ണാവില്ല അവിടെ. എന്നാൽ ശരീരത്തില് നിറച്ച് എണ്ണ എങ്ങനെ തേച്ചുകൊണ്ട് ഇരിക്കുന്ന സമയത്ത് ഒരു സ്വർണത്തിന്റെ പാത്രത്തില് എണ്ണ വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരാൾ വന്ന് ഈ പാത്രക്ക് കിട്ടുമോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ നോക്കിയത്. പ്രവേഗം കൊടുത്തു ഇത്ര ഇടത്തെ കൈകൊണ്ട്. അപ്പൊ ചോദിച്ചു, അതെന്താ ഈ ഇടത്തെ കൈകൊണ്ട് ഇത് കൊടുക്കാൻ കാരണം? എന്താ പറയണത്? കർണൻ ഇടത്തെ കയ്യിലുള്ള വസ്തു വലത്തെ കയ്യിലേക്ക് ആക്കുമ്പോ വേണ്ടാന്ന് തോന്നിയാലോ? അതാണ് ശുഭസ്യ ശീഘ്രം. ശുഭസ്യ ശീഘ്രം. നല്ല കാര്യങ്ങളൊക്കെ എന്ത് വേണം? കഴിയുന്നതും വേഗം, മനസ്സ് മാറാതെ നമ്മള് നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ദാശിക്കും. കുറച്ചാണ് കഴിഞ്ഞിട്ട് വെച്ചാൽ ആൾക്കാർക്ക് തോന്നുന്നു വേണ്ടാട്ടോ. നല്ല കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യമുണ്ട്. ഈശ്വര കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നങ്ങൾ വിചാരിക്കുമ്പോ തന്നെ ചെയ്യാനായിട്ട് സാധിക്കണം എന്ന് പറയും. അങ്ങനെ ആ കർണന്റെ അടുത്തുനിന്ന് ആ കവചം കൂടി വാങ്ങി. ആ ഒരു കഥയും കൂടി അതിൽ ഉൾപ്പെടുത്തി. പിന്നീടാണ് വംശം വർണ്ണിച്ചു വരുന്ന സമയത്ത് ബ്രഹ്മാവിന്റെ പുത്രന്മാരുടെ കഥയൊക്കെ വർണ്ണിക്കുന്നത്. അതിൽ ബ്രഹ്മാവിന്റെ വിരലിൽ നിന്നാണ് സാക്ഷാൽ ദക്ഷപ്രജാപതി എഴുന്നേറ്റ് വന്നത്. അല്ലെ, ദക്ഷപ്രജാപതി. ആ ദക്ഷപ്രജാപതി ബ്രഹ്മാവിന്റെ പുത്രനാണ്. ദക്ഷപ്രജാപതി വിവാഹം കഴിച്ചത് പ്രസൂതി എന്ന് പേരായിരിക്കുന്ന ഒരു പെൺകുട്ടിയെ. അപ്പൊ പ്രസൂതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എന്താണ്? അതിലൊരു സൂ എന്നുള്ള വാക്ക് കാണും. സൂ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വീഴുക എന്നർത്ഥം. പ്രസൂ എന്ന് പറഞ്ഞാലോ നന്നായിട്ട് വീണത് എന്നർത്ഥം. അങ്ങനെ ദക്ഷപ്രജാപതിക്ക് പ്രസൂതി ദേവിയില് 16 പെൺകുട്ടികളാണ് ഉണ്ടായത്. 16ാമത്തെ പെൺകുട്ടിയാണ് സതീദേവി. ആ സതീദേവിയെ ബ്രഹ്മാവ് പറഞ്ഞതിനനുസരിച്ച് മഹാദേവന് ദക്ഷപ്രജാപതി വിവാഹം കഴിച്ചതാ കൊടുത്തു എന്ന് മാത്രമല്ല, പക്ഷെ അതില് സന്താന സൗഭാഗ്യം ഉണ്ടാവുന്നതിന് മുന്നേ തന്നെ സതീദേവിക്ക് ദേഹത്യാഗം ചെയ്യേണ്ടതായിട്ട് വന്നു എന്ന് പറഞ്ഞ് കഥ പറഞ്ഞ് സമർപ്പിച്ചപ്പോ ആ കഥ വിസ്തരിച്ച് കേൾക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ദക്ഷൻ വിരലിൽ നിന്നാണ് ഉണ്ടായത്. അല്ലേ, വിരല് നമ്മൾ എന്തിനാ ഉപയോഗിക്കുക? മറ്റുള്ളവരുടെ ആ കുറ്റങ്ങൾ, അയാൾ അങ്ങനെയാണ് എന്ന് പറയും. പക്ഷെ ഒരു വിരല് കൊണ്ട് നമ്മൾ മറ്റുള്ളവരുടെ കുറ്റം പറയുമ്പോ മറ്റുള്ള വിരലൊക്കെ ആരുടെ അടുത്തേക്കാ? നമ്മളുടെ അടുത്തേക്കാണ് എന്ന് നമ്മൾ ഒരിക്കലും ഇത് ആലോചിക്കാൻ പറ്റുന്നില്ല. അവരവരുടെ ദോഷം അറിയാതെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മറ്റുള്ളവരുടെ ദോഷത്തിനെ അറിയാനായിട്ട് പുറപ്പെടുന്നത്. അതാണ് ദക്ഷന്റെ പ്രത്യേകത. ദക്ഷൻ
അയാളുടെ പേര് പോലെ തന്നെ സമർത്ഥനായിരുന്നു. അങ്ങനെ സാമർഥ്യം കൊണ്ട് അദ്ദേഹം ഇങ്ങനെ അതികേമനായിട്ട് താ മാറി. ഇപ്പൊ എവിടെ പോയി കഴിഞ്ഞാലും ദക്ഷൻ വന്നു എന്ന് ആൾക്കാർ നോക്കൂത്രേ. ദക്ഷൻ വരണം, ദക്ഷൻ വരണം. ദക്ഷനാണ് എല്ലാ കാര്യത്തിനും ആദ്യമായിട്ട് താ നിൽക്കുക. അങ്ങനെ വലിയതായിരിക്കുന്ന ഒരു സദസ്സില് എല്ലാവരും ദക്ഷൻ വരാനായിട്ട് അങ്ങനെ കാത്തു നിൽക്കുന്ന സമയത്ത് എല്ലാവരും എത്തിയെന്ന് മനസ്സിലായപ്പോ ആണ് ഈ അഭിമാനികളായിരിക്കുന്ന ആൾക്കാര് അങ്ങനെ വേഗമൊന്നും വരില്ല. അല്ലേ, അവരെന്ത് ചെയ്യും? അവരോട് ഇരിക്കട്ടെ, കുറച്ചു നേരം കാത്തിരിക്കട്ടെ. കുറച്ചു നേരം കാത്തിരുന്നിട്ട് ഞാൻ അങ്ങനെ കയറി വരുന്ന സമയത്ത് എല്ലാവരും എന്നെ എഴുന്നേറ്റ് അങ്ങനെ വന്ദിക്കണം. ആ ഒരു ഭാവമാണ് ദക്ഷ പ്രജാപതിക്ക്. അങ്ങനെ എല്ലാവരും കയറി വന്ന സമയത്ത് ഇവിടെ ദക്ഷ പ്രജാപതി കയറി വന്ന സമയത്ത് എല്ലാവരും എഴുന്നേറ്റ് ഇതാ വന്ദിച്ചു. വന്ദിച്ച ആൾക്കാരൊന്നും ദക്ഷ പ്രജാപതി നോക്കിയില്ല. അത്രേ, എന്നെ കണ്ടിട്ട് ആരെങ്കിലും എഴുന്നേൽക്കാത്തതുണ്ടോ? ഇപ്പൊ രണ്ടാൾക്കാര് എഴുന്നേറ്റില്ല. ഒന്ന് ഹൃദയ വിരിഞ്ചം ശർവം ചേതസാം. ഒന്ന് ബ്രഹ്മാവ്. ബ്രഹ്മാവ് എഴുന്നേൽക്കണം എന്ന് തന്നെയാണ് ദക്ഷന്റെ ആഗ്രഹം. എന്നാലും അച്ഛനായി പോയില്ല, താരമില്ല, ഒന്നും മിണ്ടിയില്ല. അത്രേ, സ്ഥാനം കൊണ്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എന്നെ അയാള് ബഹുമാനിക്കേണ്ടതാണ്, എന്നാലും സാരമില്ല, ഒന്നും മിണ്ടിയില്ല. അത്രേ, പക്ഷേ അതിന്റെ അടുത്തിരിക്കുന്ന ആളുണ്ടല്ലോ, എന്തുകൊണ്ട് നോക്കിക്കഴിഞ്ഞാലും എന്നെ ബഹുമാനിക്കേണ്ടവരാണ്. മാത്രമല്ല എന്റെ മകളെ കല്യാണം കഴിച്ചതാ. ഇയാൾക്കൊക്കെയാരാ ശിവൻ ഇതാ പേരിട്ടത്? എന്തൊക്കെയാ അവിടെ ഇതാ വെച്ച് പറയണത് അറിയില്ല. മഹാദേവനെ പറ്റി ശിവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? മംഗളമായിട്ട് എന്തെങ്കിലും ഒന്ന് ഇയാളുടെ ശരീരത്തിൽ ഇതാണ്ടോ? കുളി എന്ന് പറഞ്ഞത് ജീവിതത്തിലില്ല. ഇനി അഥവാ വെള്ളമില്ലാണ്ടാന്ന് വെച്ചാൽ തിരക്കില്ല, തലയെ തന്നെ ഉണ്ട് ഗംഗാദേവി, എന്നാലും ജീവിതത്തിൽ ഇതാ കുളിക്കില്ല. ഇനി അഥവാ കുളിക്കുകയാണെന്ന് വെച്ചാലോ ഭസ്മം കൊണ്ടാണ്. ചിതാഭസ്മകൃത സ്നാനം പ്രേതസ്രംഭൂഷണം ശിവാപദേശോ ശിവോ മത്തോ മത്തജനപ്രിയ. ഒരു സ്വർണത്തിന്റെ മാല കഴുത്തിട്ടാ തിരക്കടില്ലായിരുന്നു. പക്ഷെ എന്ത് മാലയാണ്? അസ്ഥി കൊണ്ടുള്ളതായിരിക്കുന്ന മാലയാണ് കഴുത്തിലേക്ക് ഇതാ അടിയ. മാത്രമല്ല ഇയാളെ കാണാൻ വേണ്ടിയിട്ട് കൈലാസപർവ്വതത്തിൽ ഞാൻ പോയി കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവില്ല. ഏതെങ്കിലും ചെതയില് പോയി നോക്കിക്കഴിഞ്ഞാല്, ചുടലയില് പോയി നോക്കിക്കഴിഞ്ഞാല് അദ്ദേഹത്തിന് അതാ കാണാനായിട്ട് ഇതാ സാധിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞു. എന്തൊക്കെയാ ദക്ഷൻ അവിടെ ഇരുന്ന് മഹാദേവനെ പറ്റി പറയണത് അറിയില്ല. ആ മഹാദേവനോ ഒന്നും മിണ്ടാതിരുന്നു. സാധാരണക്ക് അങ്ങനെ ഉണ്ട്. ഒരാൾക്കോട് 4-5 അങ്ങോട്ട് പറഞ്ഞ് 2 തിരിച്ചു കിട്ടിയ ആൾക്കാർക്ക് ഒരു സമാധാനവും. ഇത് തിരിച്ചു കിട്ടണില്ല എന്ന് കണ്ടാലോ പിന്നെയും കൂടി വരും. അത്രേ, അങ്ങനെ ശിവന്റെ മഹാദേവന്റെ ഭാഗത്തില് ഒരു വിഭാഗം ആൾക്കാര്, ദക്ഷന്റെ ഭാഗത്തിൽ വേറൊരു വിഭാഗം ആളുകളായിട്ട് ഇതാ മാറി. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ശാപവാക്കുകൾ ഇതാ പറഞ്ഞു. മഹാദേവനോ ഒന്നും മിണ്ടാതെ അവിടെ നിന്നിതാ യാത്രയായി. ദക്ഷൻ വിചാരിച്ചു മഹാദേവന് യാഗഭാഗം കൊടുക്കാതെ ഒരു യാഗം കൊടുക്കണം എന്ന് വിചാരിച്ച് ബൃഹസ്പതി സവം നാമ സമാരേഭേ ക്രതുത്തമം, ഉത്തമ ക്രതുവായിരിക്കുന്ന ഏറ്റവും വിശേഷപ്പെട്ടതായിരിക്കുന്ന യാഗം ആ ബൃഹസ്പതി സവം അവിടെ വെച്ചതാ നടത്താനായിട്ട് പുറപ്പെട്ടു. എല്ലാവരെയും ക്ഷണിച്ചു. മാത്രമല്ല തന്റെ 16 പെൺകുട്ടികളെ കല്യാണം കഴിച്ച സ്ഥലത്തിൽ സതീദേവിയെ വിവാഹം കഴിച്ചു കൊടുത്ത കൈലാസപർവ്വതത്തിലേക്കല്ലാതെ മറ്റുള്ള എല്ലാ സ്ഥലത്തേക്കും ക്ഷണക്കത്തയച്ചു എന്ന് മാത്രമല്ല അവരൊക്കെ ഈ തന്റെ അച്ഛൻ നടത്തുന്നതായ ദക്ഷയാഗത്തിലേക്ക് വരാനായിട്ട് പുറപ്പെടുന്നു. അല്ല, ദക്ഷയാഗത്തിലേക്ക് വരുമ്പോ ഈ സതീദേവിയുടെ സഹോദരിമാരൊക്കെ വിമാനത്തിലാണ് യാത്രയാവുന്നത്. വിമാനത്തിൽ അവര് വരുന്നു. നിഷ്കകണ്ഠി സുവാസസ, കഴുത്തിൽ ധാരാളം സ്വർണ്ണാഭരണങ്ങളൊക്കെ അണിഞ്ഞുകൊണ്ട് നല്ല പട്ടുവസ്ത്രമൊക്കെ അണിഞ്ഞ് പാദങ്ങളിലൊക്കെ നല്ല പാദസരമൊക്കെ അണിഞ്ഞുകൊണ്ട് ഇപ്പോ തന്റെ ഭർത്താവിനോട് കൂടിയിട്ട് സകല സഹോദരിമാരും വിമാനത്തിൽ അങ്ങനെ കയറി. ആ വിമാനം 15 വിമാനവും കൈലാസപർവ്വതത്തിൽ ഒരുമിച്ച് ഇറങ്ങിത്രേ. ഈ സഹോദരിമാരൊക്കെ പാടെ സതീദേവിയുടെ അടുത്തേക്ക് വന്നു. സതീദേവി ചോദിച്ചു, അല്ല നിങ്ങളൊക്കെ ഇപ്പൊ എങ്ങട്ടാ പോണത്? അയ്യോ നീ അറിഞ്ഞില്ലേ, എന്റെ അച്ഛൻ നടത്തുന്നതായിരിക്കുന്ന യാഗത്തിനെ പറ്റി നീ അറിഞ്ഞില്ലേ ചോദിച്ചു അത്രേ. അപ്പോഴാണ് സതീദേവിക്ക് മനസ്സിലായത്. സതീദേവി തന്റെ ഭർത്താവായിരിക്കുന്ന മഹാദേവന്റെ അടുത്ത് വന്ന് യാഗത്തിലേക്ക് പോവാനുള്ളതായ ആ അനുവാദം വാങ്ങും. അല്ലേ, എന്താ ചോദ്യമൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കണം എന്ന് പറയും. പ്രജാപതേ ശുശുരസ്യ, എന്താ ചോദിക്കണത്? അങ്ങയുടെ ഭാര്യയുടെ അച്ഛൻ നടത്തുന്നതായിരിക്കുന്ന യാഗത്തിലേക്ക് നമ്മൾ പോണ്ടേ? അല്ലെ, വിവാഹം കഴിഞ്ഞ് ആ സ്ത്രീ എങ്ങനെ വേണം സംസാരിക്കുക? അല്ലെ, എപ്പോഴാണ് ഭർത്താവിന് ഇഷ്ടപ്പെട്ട രീതിയിൽ സംസാരിക്കണം എന്ന് പറയും. ഇവിടെ എന്താ സതീദേവി പറയുന്നത്? അങ്ങയുടെ ഭാര്യയുടെ അച്ഛൻ നടത്തുന്നതായിരിക്കുന്ന യാഗത്തിലേക്ക് നമുക്ക് പോണ്ടേന്നാ ചോദിക്കുന്നത്.
വേണമെന്ന് വെച്ചാൽ സതീദേവിക്ക് എന്ത് ചെയ്യാം? എന്റെ അച്ഛൻ നടത്തുന്ന യാഗത്തിലേക്ക് പോയിക്കൂടെ എന്ന് ചോദിക്കാം. അത് ചോദിച്ചില്ല. അങ്ങയുടെ ഭാര്യയുടെ അച്ഛൻ നടത്തുന്നതായിരിക്കുന്ന യാഗത്തിലേക്ക് പോവല്ലേ? എന്നാലും താതനല്ലേ, പുനരവിട നടക്കുന്നതും യാഗമല്ലേ, ചെന്നാലും നമ്മളല്ലേ പുനരവിടെ വിശേഷിച്ചു ചെല്ലേണ്ടതല്ലേ. നമ്മളല്ലേ അവിടെ പോയിട്ട് ആ യാഗൊക്കെ കേമായിട്ട് നടത്തി കൊടുക്കേണ്ടത്. പൂവല്ലേ മഹാദേവ, പൂവല്ലേ മഹാദേവ. അല്ലെങ്കിൽ ഈ പെൺകുട്ടികളൊക്കെ കല്യാണം കഴിച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പണ്ടൊക്കെ എങ്ങനെയാ ചോദിച്ചാൽ, ഈ ഭർത്താവ് പൊയ്ക്കോ അങ്ങോട്ട് പറയണത് അങ്ങോട്ട് കാത്തിരിക്കോ ദിവസങ്ങൾ തന്റെ വീട്ടിലേക്ക് ഓടിപ്പോ. കൂട്ടിലിട്ട പക്ഷികളെ പോലെയാണ് കല്യാണം കഴിച്ച പെൺകുട്ടികളെ ഓടി. ഭർത്താവിന്റെ ആ ഒരു സമ്മതം അങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ അപ്പൊ ഓടിപ്പോവും. തന്റെ വീട്ടിലേക്ക് ഓടാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുക. അതുകൊണ്ട് സതീദേവി ചോദിച്ചു, നമ്മള് അല്ലേ അവിടെ പോയിട്ട് ആ കാര്യങ്ങളൊക്കെ നേരെയാക്കിക്കൊണ്ട്, അല്ലെങ്കിലും അതൊക്കെ ഈ വിവാഹം കഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ തന്റെ വീട്ടിൽ എന്തെങ്കിലും കേമായിട്ട് വല്ല പിറന്നാളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെച്ചാൽ ആരാ നേരെ മുന്നിലുണ്ടാവുക? വിവാഹം കഴിച്ചു കൊടുത്ത പെൺകുട്ടികൾ ഉണ്ടാവും. അവരുടെ ഭർത്താവിന്റെ കയ്യിലും പിടിച്ച് മുന്നിൽ എങ്ങനെ നടക്കുന്നത് കാണാം. ചിലപ്പോ ഒന്നും കൊടുത്തിട്ടൊന്നും ഉണ്ടാവില്ല. എന്നാലും ഞങ്ങൾ തന്നെയാണ് നടത്തുന്നത് എന്നുള്ള രീതിയിൽ നമ്മളല്ലേ അവിടെ പോയിട്ട് കാര്യങ്ങളൊക്കെ നടത്തേണ്ടത്. പോവല്ലേ പോവല്ലേ എന്ന് പല പ്രാവശ്യവും പറഞ്ഞപ്പോഴും മഹാദേവന് മനസ്സിലായി, മരണായ കൽപ്പതേ. സതീദേവി ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഉറപ്പാണ് എന്താണ്? മരണായ കൽപ്പതേ, സതീദേവിയുടെ സമയം അടുത്തു എന്ന് മനസ്സിലാക്കിയ മഹാദേവൻ യാത്ര. കാരണം എന്താണ്? ഇപ്പൊ സതീദേവി രക്ഷയാഗത്തിനെ പറ്റിയിട്ട് ഇവിടെ ഇരുന്നിട്ടാണ് ദേഹത്യാഗം ചെയ്യണത് വെച്ചാൽ സതീദേവിയുടെ മനസ്സിലാരായിരിക്കും? തന്റെ അച്ഛനായിരിക്കും. ആ രക്ഷയാഗത്തിനെ പറ്റിയിട്ടായിരിക്കും ഓർമ്മ ഉണ്ടാവുക. ഇനി യാഗത്തിലേക്ക് പോയിട്ടാണ് ദേഹത്തിൽ അങ്ങനെ മൗനം മിണ്ടാതിരിക്കുന്നതായ മഹാദേവൻ മൗനം സമ്മതമാണ് എന്ന് മനസ്സിലാക്കിയ സതീദേവി അവിടെ നിന്ന് രക്ഷയാഗത്തിലേക്ക് ഇറങ്ങി ഇരിക്കാനായിട്ട് പുറപ്പെട്ടു. അപ്പോ അവിടെ ഇരുന്ന് നന്ദികേശ്വരൻ പറഞ്ഞു, അമ്മയെ ഒറ്റയ്ക്ക് ഞങ്ങളിതാ വിടില്ല, ഞങ്ങളുടെ പുറത്ത് കയറിക്കോളൂ എന്ന് പറഞ്ഞ് വൃഷേന്ദ്രമാരോപ്യം വിടങ്കിതായു. നേരെ പ്രത്യേകം ഇറങ്ങുന്ന സമയത്ത് സതീദേവി ആലോചിച്ചു, അത്രേ ഞാൻ ആരെ വിട്ടിട്ട് ഇവിടുന്ന് യാത്രയാവുന്നത്? എന്റെ എല്ലാമായിരിക്കുന്ന സാക്ഷാൽ മഹാദേവനെ ഉപേക്ഷിച്ചുകൊണ്ടല്ലേ ഞാനിതാ ഇപ്പോ ദക്ഷയാഗശാലയിലേക്ക് പോണത്. അപ്പോ സതീദേവിക്ക് ഇങ്ങോട്ട് തന്നെ വരണം തോന്നുന്നു. രണ്ട് മനസ്സോട് കൂടിയതായിരിക്കുന്ന ആ സതീദേവി പുറത്തേക്ക് ഇറങ്ങാൻ പുറപ്പെട്ടപ്പോ ഈ സതീദേവിയെ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് മഹാദേവൻ വിവാഹം കഴിച്ചതാ. ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്താണ് കല്യാണം കഴിച്ചു കൊണ്ടുവന്നത്. അപ്പോ അവിടെ ഈ കുറെ കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ കളിപ്പാട്ടങ്ങളൊക്കെ ഒക്കെപ്പാടെ കയ്യിലേക്ക് എടുത്തിട്ടാണ് കൈലാസപർവ്വതത്തിലേക്ക് വന്നത്. ഇപ്പോഴും അത് ആ കളിപ്പാട്ടൊക്കെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ഇങ്ങനെ നോക്കൂത്രേ. ഇപ്പോ ദക്ഷയാഗശാലയിലേക്ക് പോവാനായിട്ട് പുറപ്പെട്ടപ്പോ ശാരികാം കന്തുക ദർപ്പണാംബുജശ്വേതാപത്രവ്യജനസ്രഗാതിഭീം കളിപ്പാട്ടങ്ങളൊക്കെ പാടെ ഒരു പാത്രത്തിലാക്കി ഇടത്തെ കയ്യിൽ പിടിച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ശാരികാം ഇങ്ങനെ സതീദേവിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതായിരിക്കുന്ന ഒരു തത്തക്കുട്ടി, ആ തത്തക്കുട്ടി വന്ന് സതീദേവിയുടെ ചുമലിലതാ കയറിയതായിരുന്നു. അങ്ങനെ നേരെ ദക്ഷയാഗശാലയിലേക്ക് എത്തിച്ചേർന്നു. ആരും തന്നെ വേണ്ട രീതിയിൽ ബഹുമാനിക്കുന്നില്ല എന്നതാ മനസ്സിലായി. അതിനോടൊന്നും മിണ്ടിയില്ലാത്രേ. തന്റെ അമ്മയുടെ പാദങ്ങളിലേക്ക് വീണതാ നമസ്കരിച്ചു. ആ അമ്മ പറഞ്ഞു, നീ അച്ഛനോടൊന്നും എതിരൊന്നും പറയണ്ട, അച്ഛനെ കുറച്ചു നേരം കഴിഞ്ഞിട്ടിച്ചാൽ എന്നോടുള്ള ദേഷ്യമൊക്കെ ഇല്ലാതാവും. സതീദേവി പറഞ്ഞു, അങ്ങനെയല്ല അമ്മേ, എന്റെ ഭർത്താവായിരിക്കുന്ന മഹാദേവന്റെ തിരുനാമത്തിന്റെ മഹാത്മ്യം കുറച്ച് പറയണം തന്നെയാണ് ഞാനത് ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞ് ഉയർന്നതായിരിക്കുന്ന ഒരു സ്ഥലത്ത് കയറിയിരുന്ന് സതീദേവി മഹാദേവന്റെ തിരുനാമത്തിന്റെ മഹാത്മ്യം അവിടെ ഇരുന്ന് പറയാനായിട്ട് പുറപ്പെട്ടു. അച്ഛൻ ആര്യ ജീവിതത്തിൽ നിന്ദിച്ചത് ലോകത്തിലുള്ള ആളുകളെ മുഴുവനും സ്നേഹിക്കുക മാത്രം ചെയ്യുന്ന, ആരെയും ഒരു തരി പോലും ദേഷിക്കാത്തതായ എന്റെ ഭർത്താവായിരിക്കുന്ന മഹാദേവനെ പറ്റി അങ്ങക്ക് എങ്ങനെയാ ഇങ്ങനത്തെ വേണ്ടാത്ത വാക്കുകൾ പറയാനായിട്ട് സാധിച്ചത്? യദ്യക്ഷരം നാമഗിരേരിതം നൃണാം, ഏതൊരാളുടെ തിരുനാമം രണ്ടക്ഷരം ഒരിക്കൽ ഒരു പ്രാവശ്യം ജപിക്കുന്ന സമയത്ത് തന്നെ അതുവരെ ചെയ്തതായിരിക്കുന്ന സകലവിധ പാപകർമ്മങ്ങളും ഇല്ലാതായിട്ട് തീരും. അങ്ങനെയുള്ള ആ മഹാദേവനെ പറ്റിയിട്ട് എങ്ങനെ അച്ഛനതാ വേണ്ടാത്ത വാക്കുകൾ പറയാനായിട്ട് സാധിച്ചത്? യൽപാദപത്മം മഹതാം മനോളിഭ്യർ, സകല ദേവീദേവന്മാരും എല്ലാ സമയത്തും മഹാദേവനെയാണ് മനസ്സിലേക്ക് ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത്. സാക്ഷാൽ മഹാദേവൻ നൃത്തം ചെയ്യുന്ന ആ ചുടലയിലേക്ക് സകല ദേവീദേവന്മാരും എത്തിച്ചേർന്ന്
മഹാദേവന്റെ നൃത്തക്കഥ കഴിഞ്ഞാൽ മഹാദേവന്റെ പാദസ്പരിശം ഏറ്റതായിരിക്കുന്ന ഭസ്മമെടുത്ത് ശിരസിലേക്ക് ഇതാ അണിയണു. മഹാദേവനെ പറ്റിയിട്ട് ആരെങ്കിലും വേണ്ടാത്തത് പറയുന്നുണ്ട് വെച്ചാൽ അത് ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? ഒരുവിധം ആൾക്കാരൊക്കെ രണ്ട് കാതും അടച്ച് ദൂരത്തേക്ക് ഇതാ ഓടിപ്പോകും. കുറച്ചും കൂടിയൊക്കെ ശക്തിയുള്ള ആൾക്കാരാണെങ്കിൽ അവര് ആ മഹാദേവനെ നിന്ദിക്കുന്നവരെ കണ്ടു കഴിഞ്ഞാൽ അവരെ മലത്തി കടത്തൂത്രേ. എന്നിട്ട് അവരുടെ മാറില് കയറിയിരുന്ന് ഇത് വേണം ആ നാവ് കഴിയുന്നിടത്തോളം പുറത്തേക്ക് ചെയ്യാനായിട്ട് ഇതാ സാധിക്കില്ലല്ലോ. മഹാദേവനെ നിന്ദിച്ചതായിരിക്കുന്ന ആ അച്ഛന്റെ മകളായിട്ടല്ലേ ഞാനിതാ ജനിച്ചത് എന്ന് പറഞ്ഞ ഇനി അഥവാ ഇവിടെ നിന്ന് ഞാൻ എന്റെ ഭർത്താവായിരിക്കുന്ന മഹാദേവന്റെ അടുത്തേക്ക് കൈലാസപർവ്വതത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോ മഹാദേവൻ അവിടെ എന്നെ ദാക്ഷായണി എന്ന് വിളിക്കും. ദാക്ഷായണി എന്നുള്ള പദത്തിന്റെ അർത്ഥം എന്താ? എന്തായാലും നീ ആ ദക്ഷന്റെ പുത്രി അല്ലേ, നമുക്ക് അങ്ങനെയൊക്കെ എന്നെ നോക്കാൻ സാധിക്കുള്ളൂ എന്നുള്ള രീതിയിൽ ദാക്ഷായണി എന്നുള്ള വിളി കേൾക്കാൻ വേണ്ടി ഇനി ഞാനിതാ കൈലാസപർവ്വതത്തിലേക്ക് പോകണില്ല എന്നുള്ള രീതിയിലും തന്റെ ശരീരത്തിലേക്ക് അഗ്നിയെ വിളിച്ചു വരുത്തി ആ അഗ്നിയിലേക്ക് ദേഹത്തിനെ ഇതാ ഉപേക്ഷിച്ചു. വായു ഭഗവാൻ സതീദേവിയുടെ ജീവാത്മാവിനെ എടുത്ത് പർവ്വതത്തില് ഹിമാലയ പർവ്വതത്തിന് മുകളിൽ കൊണ്ടുപോയിട്ടു. അങ്ങനെ പാർവതിയായിട്ട് ഇതാ അവതരിച്ചു. സതീദേഹവിയോഗ വാർത്ത മഹാദേവനിതാ മനസ്സിലായി. മഹാദേവൻ ദേഷ്യത്തിനെ വിളിച്ചു വരുത്തി. ഈ ദേവന്മാരൊക്കെ അങ്ങനെ, അവർക്ക് സാധാരണയ്ക്ക് ദേഷ്യമില്ല. ഇപ്പൊ ദേഷ്യം വേണം തോന്നിക്കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? ദേഷ്യത്തിനെ വിളിച്ചു വരുത്തും. നമുക്ക് പിന്നെ വിളിച്ചു വരുത്തേണ്ട കാര്യമൊന്നുമില്ല, ധാരാളം ഉണ്ട്. ഇത് എപ്പോഴാ പുറത്തേക്ക് വരിക എന്ന് അറിയാത്തത് അല്ലേ. അങ്ങനെ ആ ദേഷ്യത്തിനെ വിളിച്ചു വരുത്തിയെന്ന് മാത്രമല്ല തന്റെ ജട താഴത്തേക്ക് ഇതാ അടിച്ചു. അതില് വീരഭദ്ര പെരുമാള് ഭദ്രകാളി ദേവിയോട് കൂടിയിട്ട് എഴുന്നേറ്റ് ഇതാ വന്നു. എന്താ ചെയ്യേണ്ടത് ചോദിച്ച വീരഭദ്ര പെരുമാളെ നേരെ ദക്ഷയാഗശാലയിലേക്ക് ഇതാ അയച്ചു. അവിടെ വെച്ച് മഹാദേവന്റെ തിരുനാമത്തിന്റെ മഹാത്മ്യം പറയുന്ന സമയത്ത് ഏതേത് ഇന്ദ്രിയങ്ങളെ കൊണ്ടാണോ ദ്രോഹിച്ചത് ആ ഇന്ദ്രിയങ്ങളെ മുഴുവനും ഇതാ ഇല്ലാതാക്കി. ചിലവരുടെ കയ്യ് പോയി, കാല് പോയി, പല്ല് പോയി, ദക്ഷന്റെ ശിരസ് തന്നെ ഇല്ലാതായി ഇത്രേ. അങ്ങനെ ആ ദക്ഷന്റെ ശിരസ് ഇല്ലാതാക്കി ദക്ഷിണാഗ്നിയിൽ കൊണ്ടുപോയിട്ട് ഇതാ ഹോമിച്ചു അവര്. ഇങ്ങനെ ദക്ഷയാഗശാലയിൽ വന്നതായിരിക്കുന്ന ആളുകൾക്കൊന്നും ഇപ്പോ വേണ്ട ഇന്ദ്രിയങ്ങളൊന്നുമില്ല. അവരെല്ലാവരും കൂടി നാരദ മഹർഷിയുടെ നേതൃത്വത്തില് ഗംഗാനദിയിൽ കുളിയൊക്കെ കഴിഞ്ഞ് മഹാദേവന്റെ തിരുനാമൊക്കെ ജപിച്ച് കൈലാസപർവ്വതത്തിന് മുന്നിൽ എത്തിച്ചേർന്നു. അങ്ങനെ ദക്ഷിണാമൂർത്തിയായിരിക്കുന്ന മഹാദേവനെ അവർക്ക് കാണാനായിട്ട് ഇതാ സാധിച്ചു. ആ മഹാദേവൻ ദക്ഷയാഗശാലയിലേക്ക് ഇതാ കയറിതാ വന്നു. അങ്ങനെ മഹാദേവൻ വന്നതോടുകൂടി പലരും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്ര എനിക്ക് നല്ല പല്ലുണ്ടായിരുന്നു കേട്ടോ പണ്ട്. ഇപ്പൊ യാഗത്തിന് വന്നതിന് ശേഷം പിന്നെ പല്ലില്ല പറഞ്ഞു. ഇപ്പൊ പല്ലിന് എന്താ ചെയ്യുക? അപ്പൊ മഹാദേവൻ പറഞ്ഞു എനിക്ക് നമുക്ക് പല്ല് വെച്ച് തരലൊന്നും അല്ല ജോലി പറഞ്ഞു. അവർക്ക് പല്ല് കൊടുത്തില്ല, കാലില്ലാത്ത ആൾക്കാർക്ക് കാല് കൊടുത്തില്ല. ശിരസില്ലാത്തതായിരിക്കുന്ന ദക്ഷന് ഒരു ആടിന്റെ ശിരസ് കൊണ്ടുപോയിട്ട് സ്ഥാപിച്ചു. അങ്ങനെയോ ആ ദക്ഷൻ കണ്ണു തുറന്ന് നോക്കിയപ്പോ തന്റെ മകളില്ലാത്തതായിരിക്കുന്ന ആ സതീദേവിയെയാണ് മഹാദേവനെയാണ് കാണാനായിട്ട് ഇതാ സാധിച്ചത്. അവിടെ വെച്ച് സ്തുതിച്ചു. അതാണ് വേദത്തിൽ പ്രശസ്തമായിരിക്കുന്ന ചമകം എന്നുള്ളതായിരിക്കുന്ന സ്തോത്രം. അതുകൊണ്ട് ആ മഹാദേവൻ അഭിഷേകം കഴിക്കുമ്പോ മഹാദേവൻ ഇതാ സന്തോഷമായിട്ട് ഇതാ മാറുന്നു. അങ്ങനെ ദക്ഷിണാമൂർത്തിയായിരിക്കുന്ന മഹാദേവന്റെ അടുത്തേക്ക് സാക്ഷാൽ മഹാവിഷ്ണു കൂടി ആ യാഗശാലയിലേക്ക് ഇതാ ആവിർഭവിച്ചു. അവിടെ വെച്ച് മഹാവിഷ്ണു മഹാദേവനോട് പറഞ്ഞു, മഹാദേവ അങ്ങ് ഒരു വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ മഹാദേവൻ പറഞ്ഞു, അയ്യോ ഒരു വിവാഹം കഴിച്ചു, അത് ഇങ്ങനെയൊക്കെ ആയി, ഇനിയിപ്പോ രണ്ടാമതൊരു വിവാഹം കഴിക്കണമെന്ന് ഞാനിത് ആഗ്രഹിക്കണില്ല. അപ്പൊ പറഞ്ഞു മഹാവിഷ്ണു, അങ്ങനെയല്ല, അങ്ങയെ മാത്രമേ വിവാഹം കഴിക്കൂ എന്ന് പറഞ്ഞ് ഒരാളിതാ ഇവിടെ കാത്തിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ ഒന്ന് തിരിഞ്ഞു നോക്കിയത്രേ. ആരാ? ഹിമവാന്റെ പുത്രിയായിരിക്കുന്ന പാർവതി സർവാഭരണ വിഭൂഷിതയായി മഹാദേവനെ മാത്രമേ ഞാൻ വിവാഹം കഴിക്കുള്ളൂ എന്ന് പറഞ്ഞ് അനവധി കാലം തപസ് ചെയ്തതായിരിക്കുന്ന ആ പാർവതീ ദേവിയെ, സർവാഭരണ വിഭൂഷിതയായിരിക്കുന്ന പാർവതീ ദേവിയെ മഹാദേവനെ കാണാനായിട്ട് ഇതാ സാധിച്ചു. മഹാവിഷ്ണു പറഞ്ഞു, മഹാദേവ ഈ കല്യാണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഈ രൂപത്തോട് കൂടിയിട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ, അങ്ങയുടെ രൂപം കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോ ആ പെൺകുട്ടി ഇവിടുന്ന് പേടിച്ചോടിപ്പോകും. അതുകൊണ്ട് ഈ രൂപത്തിലൊന്നും അങ്ങോട്ട് പോയാൽ പറ്റില്ല പറഞ്ഞു. അതിനിപ്പോ ഞാൻ എന്താ ഒക്കെ നേരെയാക്കി തരാ പറഞ്ഞ മഹാവിഷ്ണു മഹാദേവനെ ഒരു വള്ളിക്കുടലിലേക്ക് ഇതാ കൂട്ടിക്കൊണ്ടുപോയി. ആ വള്ളിക്കുടലിൽ വെച്ച് മഹാദേവന്റെ കഴുത്തിലുള്ളതായിരിക്കുന്ന സർപ്പങ്ങളെയൊക്കെ മഹാവിഷ്ണു എടുത്തു മാറ്റാൻ പുറപ്പെട്ടപ്പോ മഹാദേവൻ പറഞ്ഞു, അയ്യോ വേണ്ട കേട്ടോ, അനവധി കാലായി ഈ സർപ്പങ്ങളൊക്കെ എന്റെ കഴുത്തിൽ ഇതാ കിടക്കുന്നു, അതുകൊണ്ട് ഇവരൊന്നും മാറ്റി നിർത്തി എനിക്ക് കല്യാണം വേണ്ട പറഞ്ഞു. എത്ര ആയിട്ടോ അതെ
ആ സർപ്പങ്ങളെ മാറ്റാൻ മഹാദേവൻ സമ്മതിക്കുന്നില്ല. അവസാനം മഹാദേവന്റെ കഴുത്തിലുള്ളതായിരിക്കുന്ന സർപ്പങ്ങളൊക്കെ സ്വർണ്ണമാലകളായിട്ട് മാറി, മുത്തുമാലകളായിട്ട് ഇതാ മാറി. അങ്ങനെ മഹാദേവന്റെ മൂന്നാം തൃക്കണ്ണ് ഒന്നാം തരം ഒരു ഗോപിക്കുറിയായിട്ട് ഇതാ മാറി. ജടാമകുടം ഒരു സ്വർണ്ണ കിരീടമായിട്ട് ഇതാ മാറി. കയ്യിലുള്ള മറ്റുള്ള ആൾക്കാരെ പേടിപ്പെടുത്തുന്നതായിരിക്കുന്ന ആയുധങ്ങളൊക്കെ മഹാവിഷ്ണു എടുത്ത് മാറ്റിതാ വെച്ചു. എന്നിട്ട് ഒരു പീതാംബരപ്പെട്ടൊക്കെ മഹാദേവനെ ഉടുപ്പിച്ച് പാദങ്ങളിലെ സ്വർണത്തിന്റെ പാദസരമൊക്കെ ഇത് അണിയിച്ച് മഹാവിഷ്ണു മഹാദേവനെ ആ വള്ളിക്കുടിയിൽ നിന്ന് പുറത്തേക്ക് ഇതാ കുത്തിക്കൊണ്ടുവന്നു. എന്നിട്ട് മഹാവിഷ്ണു മഹാദേവനോട് പറഞ്ഞു, മഹാദേവ, ഇപ്പോ അങ്ങനെ കാണുന്ന സമയത്ത് എനിക്കൊരു പുതിയ പേര് വിളിക്കാൻ തോന്നുന്നുണ്ട്. അപ്പൊ ചോദിച്ചു, എന്ത് പേരാ വിളിക്കാൻ തോന്നുന്നത്? സാവധാനത്തിൽ പറയാ, അങ്ങനെ തിരക്കൂട്ടി കഴിഞ്ഞാലോ, എന്ത് പേരാ വിളിക്കാൻ തോന്നുന്നത് ചോദിച്ചു. അപ്പൊ മഹാവിഷ്ണു പറഞ്ഞു, സുന്ദരേശ എന്നാണ് അങ്ങനെ എനിക്കിതാ വിളിക്കാൻ തോന്നുന്നത് എന്ന് പറഞ്ഞ സാക്ഷാൽ മഹാദേവനെ മഹാവിഷ്ണു സുന്ദരേശനാക്കിയതാ മാറ്റി കയ്യെ പിടിച്ച് നേരെ ആ പാർവതീ ദേവിയുടെ മുന്നിലേക്ക് ഇതാ കൊണ്ടുവന്നു. അങ്ങനെ മഹാവിഷ്ണുവിന്റെ നേതൃത്വത്തില് പാർവതീ ദേവിയെ മഹാദേവൻ വിവാഹം കഴിച്ചതായിരിക്കുന്ന ചരിത്രം ആർക്കാണോ ജീവിതത്തില് കേൾക്കാനായിട്ട് ഇതാ സാധിക്കുന്നത്, അവരുടെ വിവാഹ ജീവിതത്തിലേക്ക് വേണ്ട എല്ലാവിധ ഐശ്വര്യത്തിനെയും പാർവതീ പരിണയം കഥ കേൾക്കുന്ന അവർക്കുള്ള എല്ലാവിധ ഐശ്വര്യത്തിനെയും ഭഗവാൻ ഇതാ പ്രദാനം ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ദക്ഷയാഗം ചരിത്രം പറഞ്ഞതാ സമർപ്പിച്ചത്. പിന്നീടാണ് ഉത്താനപാദ മഹാരാജാവ്. ഉത്താനപാദൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഉത് എന്ന് പറഞ്ഞിച്ചാൽ ഉയർത്തി വെക്കാന്നുണ്ട്. ഉത്താനപാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ കാല് മുകളിലേക്ക് വെച്ച ആൾക്കാരെയാണ് ഉത്താനപാദം എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ കാല് മുകളിലും പല താഴ്ത്തും നടത്തും. നേരെ വിപരീത സ്വഭാവത്തിലുള്ള ആൾക്കാരാണ് നടത്തും. അങ്ങനെ ഇദ്ദേഹം 2 വിവാഹം കഴിച്ചു. ഉത്താനപാദൻ 2 വിവാഹം കഴിച്ചു. സുരുചി എന്ന ഒരു സ്ത്രീയുടെ പേര്, സുനീതി എന്ന് മറ്റൊരു സ്ത്രീയുടെ പേര്. അത് രണ്ടിലും കുട്ടികളൊക്കെ അതാ ഉണ്ടായി. അതില് സുരുചിയിലുള്ള ഉണ്ണിയുടെ പേരാണ് ഉത്തമൻ. സുനീതിയില് പേര് പോലെ തന്നെ നീതിയില് ഉണ്ടായതായിരിക്കുന്ന ഉണ്ണിയാണ് ധ്രുവകുമാരൻ. ധ്രുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധ്രുസ്ഥൈര്യ എന്ന് പറയും. സ്ഥൈര്യം എന്ന് പറഞ്ഞാലോ ഉറച്ച വിശ്വാസം. ഭഗവാന്റെ പാദങ്ങളിൽ ഉറച്ച വിശ്വാസമുള്ളതായിരിക്കുന്ന ആ ധ്രുവകുമാരൻ ഒരിക്കല് അച്ഛന്റെ മടിയില് കയറി ഇരിക്കണം എന്നുള്ള ആഗ്രഹം, അച്ഛന്റെ മടിയിലേക്ക് കയറാനായിട്ട് പുറപ്പെട്ടപ്പോഴാണ് സുരുചി മാതാവ് വന്നതാ പറയണത്, അയ്യോ ഉണ്ണി, ഇങ്ങനെ എല്ലാവർക്കും ഒന്നും കയറി ഇരിക്കാൻ പറ്റുന്ന സ്ഥലമല്ല അത്. നിനക്ക് അങ്ങനെ ഇരിക്കണം എന്ന് വെച്ചാൽ ഈ ഒരു കാര്യം ചെയ്തോ, ആദ്യം തന്നെ കാട്ടിൽ പോവുക, എന്നിട്ട് ഭഗവാനെ ഉപാസിക്കുക. ഭഗവാൻ പ്രത്യക്ഷപ്പെടുന്ന സമയത്ത് ഭഗവാനോട് പറയാ, എന്നെ ഒന്ന് കൊന്നു തരണേ ഭഗവാനെ, എന്നിട്ട് നീ എന്റെ ഉദരത്തിൽ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് ആ രാജാവിന്റെ മടിയില് കയറിയതായിരിക്കാം. കേട്ടതോടുകൂടി ധ്രുവകുമാരന്റെ വിഷമമായി. ധ്രുവകുമാരൻ വേഗം അമ്മയുടെ അടുത്ത്, സുനീതി മാതാവിന്റെ അടുത്ത് വന്ന് പറഞ്ഞു, അമ്മേ, ചെറിയമ്മ എന്നെ ഇങ്ങനത്തെ വാക്കുകൾ പറഞ്ഞു. മാമംഗളം താത പരേഷമംസ്താ. ഉണ്ണി, ഭഗവാൻ ഉപാസിക്കണം എന്നല്ലേ പറഞ്ഞത്? ആര് പറഞ്ഞു എന്നുള്ളതിനല്ല പ്രാധാന്യം, പിന്നെയോ എന്ത് പറഞ്ഞു എന്നുള്ളതിനാണ് പ്രാധാന്യം. ഈശ്വരനെ ഉപാസിക്കണം എന്ന് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ലതാണ്. ആ ശരി കേട്ടോ അമ്മേ, ഞാൻ പോവാണ് എന്ന് പറഞ്ഞ് നേരെ കാട്ടിലിതാ എത്തിച്ചേർന്നിട്ട് ആ കാട്ടിലെത്തി ചേർന്നതോടുകൂടി നാരദ മഹർഷിയെ കണ്ടെത്തി. നാരദ മഹർഷി ചോദിച്ചു, ഉണ്ണി ധ്രുവ, നിനക്ക് ആ അച്ഛന്റെ മടിയിൽ കയറിയിരിക്കല്ലേ വേണ്ടത്? ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ സമ്മതിക്കാതിരിക്കില്ല. നീ ഇതാ എന്റെ അടുത്തേക്ക് വാ, ഞാൻ കൂട്ടിക്കൊണ്ട് പോവാറുണ്ട്. ധ്രുവകുമാരൻ ചോദിച്ചു, അങ്ങ് ഒറിജിനൽ നാരദനാണോ അതോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ ചോദിച്ചു. അല്ല, നാരദൻ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ കേട്ടിട്ടുണ്ട്. എന്താണ്, ഈശ്വരനെ ഉപാസിക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കുന്ന ഒരാൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നയാളെയാണ് നാരദ മഹർഷി എന്ന് പറയാം. അങ്ങനെ ഒരാളാണെന്ന് വെച്ചാൽ ഭഗവാനെ ഉപാസിക്കാൻ വേണ്ട കാര്യങ്ങൾ എന്നോട് പറഞ്ഞു തരൂ എന്നുള്ള ധ്രുവകുമാരന്റെ ദൃഢവിശ്വാസം കണ്ടതോടുകൂടി ധ്രുവകുമാരന് ഒരു മഹാമന്ത്രം ഉപദേശിച്ചതാ കൊടുത്തു. ഇതാണ് ഭാഗവതത്തിലെ പ്രശസ്തമായിരിക്കുന്ന മന്ത്രം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. യം സപ്തരാത്രം പ്രപഠൻ പുമാൻ പശ്യതി ഖേചരാൻ. 7 ദിനരാത്രങ്ങൾ ഒരുമിച്ച് ഈ മന്ത്രം ആർക്കാണോ ജപിക്കാനായിട്ട് സാധിക്കുന്നത്, ഖേചരാൻ ആകാശത്തിലൂടെ പോകുന്നതായ ആ ദിവ്യ ദേവന്മാരെയൊക്കെ ഈ കണ്ണുകൊണ്ട് തന്നെ കാണാനായിട്ട് സാധിക്കണോന്ന് കൂടി കേട്ടപ്പോ ധ്രുവകുമാരൻ അവിടെ ഇങ്ങനെ ഇരുന്ന് ആ മന്ത്രം ഇങ്ങനെ ജപിക്കാനായിട്ട് പുറപ്പെട്ടു. അദ്ദേഹം അറിയണില്ല, മന്ത്രം ജപിക്കാൻ പുറപ്പെട്ടതോട് കൂടിയിട്ട് ഭഗവാന്റെ സ്വരൂപം
നാരദ മഹർഷി പറഞ്ഞു തന്നതായിരിക്കുന്ന ഭഗവാന്റെ അതിമനോഹരമായിരിക്കുന്ന സ്വരൂപത്തിനെ സ്വർണ്ണ കിരീടമൊക്കെ ധരിച്ചുകൊണ്ടുള്ള സാക്ഷാൽ ഭഗവാന്റെ അതിമനോഹരമായിരിക്കുന്ന സ്വരൂപം നാരദ മഹർഷി പറഞ്ഞു തന്നതിനെ മനസ്സിലേക്ക് അങ്ങനെ ധ്യാനിച്ചുകൊണ്ട് ചന്ദ്രകിരണങ്ങൾ പൊഴിക്കുന്ന തിരുനഖങ്ങളോടുകൂടി പാദങ്ങളിൽ സ്വർണത്തിന്റെ പാദസരം ധരിച്ച് പീതാംബരപ്പെട്ട് ഞൊറിഞ്ഞുടുത്ത് അരയിൽ വലിയതായ സ്വർണ്ണാഭരണം ചാർത്തി പനമാലയണിഞ്ഞ് രത്നമാലകൾ അണിഞ്ഞ് സ്വർണ്ണമാലകൾ അണിഞ്ഞ് മുത്തുമാലകൾ അണിഞ്ഞ് തുളസിമാലകൾ അണിഞ്ഞ് കഴുത്തിൽ കൗസ്തുഭ രത്നം ചാർത്തി 4 തൃക്കൈകളിൽ ശംഖ് ചക്രം ഗദ താമരപ്പൂവ് എന്നിവ ധരിച്ചുകൊണ്ട് തോൾവളകൾ അണിഞ്ഞ് സ്വർണ്ണവളകൾ അണിഞ്ഞ് സ്വർണ്ണ മോതിരം ചാർത്തി അതിമനോഹരമായി പുഞ്ചിരിച്ച് ഉയർന്ന നാസികയോടുകൂടി വാലിട്ട് തൃക്കണ്ണ എഴുതി ഗോപിക്കുറി ചാർത്തി കാതിൽ മകരകുണ്ടലങ്ങൾ അണിഞ്ഞ് സ്വർണത്തിന്റെ കിരീടം ചാർത്തി മയിൽപീലി അണിഞ്ഞ ഭഗവാന്റെ പാദാദി കേശാദി പാദം ഇങ്ങനെ ധ്യാനിച്ച് ആ മന്ത്രം തന്നെ പിന്നെയും 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 ഇങ്ങനെ ജപിക്കുന്നതായ ധ്രുവകുമാരന് സമയം പോണത് അറിയുന്നില്ല. യാത്ര ഇടയ്ക്കൊന്ന് കണ്ണ് തുറന്നു കഴിഞ്ഞാൽ ചിലപ്പോ മുന്നില് വല്ല ഉണങ്ങിയ ഇലയൊക്കെ കണ്ടു വെച്ചാൽ അതാണ് ചിലപ്പോ ഭക്ഷണമായിട്ട് ഇതാ സ്വീകരിക്കുക. പിന്നെയും ആ കണ്ണടച്ച് ഭഗവാനെ അങ്ങനെ അതാ ധ്യാനിക്കും. അങ്ങനെ 6 മാസം ആയതോടുകൂടി ഈ ഭൂമിയിലുള്ള ജീവജാലങ്ങൾക്ക് പോലും ഇപ്പോ വായു കിട്ടാതെ ആയി. ഇത്രയാണ്, ശ്വാസം കിട്ടണില്ല അവർക്ക്. അവരെല്ലാവരും കൂടി ഒരുമിച്ച് മഹാവിഷ്ണുവിനെ ഇതാ പ്രാർത്ഥിച്ചു. അങ്ങനെ മഹാവിഷ്ണു പറഞ്ഞു, ഔത്താനപാതി മയ സംഗതാത്മാ. ഉത്താനപാദന്റെ പുത്രനായിരിക്കുന്ന ആ ശിവകുമാരന്റെ തപസ്സാണ് ഇതിനുള്ള കാരണം. ഞാൻ നേരെ പോയിട്ടതാ പ്രത്യക്ഷപ്പെടാന്ന് പറഞ്ഞ ഗരുഡാരൂഢനായിട്ട് സാക്ഷാൽ ഭഗവാൻ മധുവനത്തിന്റെ മുന്നിൽ അങ്ങനെ എത്തിച്ചേർന്നു. കുറേ നേരം ഭഗവാൻ ഗരുഡന്റെ പുറത്ത് അവിടെ ഇരുന്നു. എത്രയായിട്ടും അതെ ധ്രുവം കണ്ണു തുറക്കണില്ല. എങ്ങനെയാ കണ്ണു തുറക്കുക? നാരദ മഹർഷി പറഞ്ഞു തന്നതായിരുന്ന രൂപം, ആ രൂപം അങ്ങനെ ധ്യാനിച്ച് ആനന്ദത്തോടു കൂടിയിട്ടിരിക്കുന്ന ആ ധ്രുവന് കണ്ണു തുറക്കാൻ സാധിക്കുന്നില്ല. അപ്പൊ ഭഗവാൻ ധ്രുവന്റെ ഉള്ളിലുള്ളതായിരിക്കുന്ന തന്റെ രൂപത്തിനെ മറച്ചു. തന്റെ ഉള്ളില് ഭഗവാന്റെ രൂപം കാണാതായപ്പോ കണ്ണ് തുറന്നു നോക്കി. ഞാൻ ഏത് രൂപത്തിലാണോ ഭഗവാനെ മനസ്സിലേക്ക് ധ്യാനിച്ചത് അതേ രൂപത്തിൽ അങ്ങനെ മുന്നിൽ അങ്ങനെ നിൽക്കുന്ന ഭഗവാനെ കണ്ടതോട് കൂടിയിട്ട് ധ്രുവകുമാരന് ഇതാ സന്തോഷായി. ഭഗവാൻ തന്റെ കയ്യിലുള്ള ആ ശംഖ് കൊണ്ട്, ജ്ഞാനമയമാകുന്ന ശംഖ് കൊണ്ട് ധ്രുവന്റെ കവിളിലത ഒന്ന് തൊട്ടു. അതോടുകൂടി വൈഖരിയായി ശബ്ദം പുറത്തേക്ക് ഇതാ വന്നു. 12 അക്ഷരമുള്ള മന്ത്രം കൊണ്ട് ഭഗവാനെ സ്തുതിച്ചതായിരിക്കുന്ന ഈ ധ്രുവകുമാരൻ ഇപ്പോ 12 ശ്ലോകങ്ങളെ കൊണ്ടാണ് സാക്ഷാൽ ഭഗവാനെ അവിടെ വെച്ചതാ സ്തുതിക്കുന്നത്. അതില് ഭാഗവതത്തില് അതിന് കൂടുതൽ പ്രാധാന്യമുണ്ട്. ധ്രുവകുമാരന്റെ അതിഗംഭീരമായിരിക്കുന്ന സ്തുതി. എന്താ ധ്രുവകുമാരൻ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത്? യോന്ത പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്തം സഞ്ജീവയത്യഖില ശക്തിധരസ്വധാംന അന്യാംഷ്ടഹസ്തചരണശ്രവണത്വഗാദിൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ഭഗവാനെ, അങ്ങൊരു കാര്യം ചെയ്യണേ. എന്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വന്ന് എന്റെ എല്ലാവിധ ഇന്ദ്രിയങ്ങളെയും ഒന്ന് ഉണർത്തണേ ഭഗവാനെ. ഞങ്ങൾക്കറിയാം, കണ്ണുകൊണ്ട് അങ്ങയെ കാണാണ് വേണ്ടത്, കാലുകൊണ്ട് അങ്ങയെ പ്രദക്ഷിണം ചെയ്യാണ് വേണ്ടത്, കൈ കൊണ്ട് പൂക്കളെടുത്ത് അങ്ങയുടെ പാദങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ് വേണ്ടത്. അത് ഞങ്ങൾക്കറിയാം. പക്ഷെ എന്തുണ്ട്, ഈ മായാപ്രപഞ്ചത്തിൽ മായ ബാധിച്ചതായിരിക്കുന്ന ഞങ്ങൾക്ക് അങ്ങയെ ഈ ഇന്ദ്രിയങ്ങളെ കൊണ്ട് ഉപാസിക്കാനായിട്ട് സാധിക്കുന്നില്ല. അതുകൊണ്ട് എന്ത് വേണം? ഞങ്ങളെ ഹൃദയത്തിലേക്ക് ഇറങ്ങിയിരുന്നു കൊണ്ട് എല്ലാവിധ ഇന്ദ്രിയങ്ങളെയും ഒന്ന് ഉണർത്തണേ ഭഗവാനെ. അതിഗംഭീരമായിരിക്കുന്ന ധ്രുവകുമാരന്റെ സ്തുതി. വാശ്രേവ വത്സകമനുഗ്രഹകാതരോസ്മാൻ. ഇപ്പം ഉണ്ടായതായിരിക്കുന്ന പശുക്കുട്ടി, ആ പശുക്കുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന സമയത്ത് എപ്രകാരമാണോ തള്ളപ്പശു ആ പശുക്കുട്ടിയെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്, എല്ലാ സമയത്തും നിങ്ങളെ അങ്ങ് അനുഗ്രഹിക്കണേ എന്നുള്ള ധ്രുവകുമാരന്റെ സ്തുതി ഭഗവാൻ കേട്ടു. 36,000 കൊല്ലക്കാലം രാജ്യം ഭരിക്കാനുള്ള ആ അവകാശം കൂടി ഭഗവാൻ കൊടുത്തു. അങ്ങനെ അതിഗംഭീരമായിരിക്കുന്ന ആ രാജ്യഭാരം, യക്ഷന്മാരോടായിട്ടുള്ള യുദ്ധം, ആ യുദ്ധമൊക്കെ കഴിഞ്ഞ് അവസാന കാലത്ത് ധ്രുവകുമാരൻ മൃത്യുദേവനെ പോലും ജയിച്ചുകൊണ്ട് അവര് കൊണ്ടുവന്നതായിരിക്കുന്ന വിമാനത്തിലേക്ക്, ധർമ്മരാജാവ് കൊണ്ടുവന്നതായിരിക്കുന്ന വിമാനത്തിലേക്ക് കയറി നേരെ വൈകുണ്ഠ ലോകത്തിലേക്ക്, ധ്രുവലോകത്തിലേക്ക് യാത്രയാവുമ്പോ ധ്രുവൻ പറഞ്ഞു, എന്റെ ജീവിതത്തിലെ എല്ലാവിധ ഐശ്വര്യത്തിനുള്ള കാരണം എന്റെ അമ്മയാണ്. അതുകൊണ്ട് അമ്മ ഇല്ലാത്തതായിരിക്കുന്ന ഒരു ലോകം എനിക്കതാ വേണ്ട. രാവിലെ നേരത്തെ എന്നെ എഴുന്നേൽപ്പിച്ച് എനിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തന്നതായിരിക്കുന്ന അമ്മയെ വിട്ടുപിരിഞ്ഞിരിക്കാൻ എനിക്ക് സാധിക്കില്ല എന്ന് പറഞ്ഞപ്പോ മുന്നില് പോകുന്ന വിമാനത്തില് തന്റെ അമ്മയെ ധ്രുവകുമാരന് കാണാനായിട്ട് സാധിച്ചു. ആണ് ധ്രുവന്റെ ചരിത്രം. അല്ലെ, ധ്രുവൻ
ഈ വലിയതായിരിക്കുന്ന ലോകത്ത് എത്തിച്ചേരുന്ന സമയത്തും തന്റെ ആ അമ്മയെ ജീവിതത്തിൽ മറന്നിട്ടാണ്. ധ്രുവലോകത്തില് ഇന്നും നമ്മളെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു ആ ധ്രുവകുമാരൻ. എപ്പോഴും രാജാവായിട്ട് ഇരിക്കാൻ ആ ധ്രുവകുമാരന് സാധിച്ചു. കാട്ടില് രണ്ട് ജീവജാലങ്ങളാണ് എന്ന് പറയും. ഒന്ന് ചെന്നായിയും അതേപോലെ സിംഹവും അല്ലെ. രണ്ടും ഓടും. ചെന്നായി എങ്ങനെയാ ഓടുക? മുന്നിലേക്ക് മാത്രം നോക്കിയിട്ടാണ് ചെന്നായ ഓടുക. സിംഹം 4 അടി നടന്നു കഴിഞ്ഞാൽ ഒന്ന് തിരിഞ്ഞതാ നിൽക്കും. ഇങ്ങനെ തിരിഞ്ഞു നോക്കി നടക്കുന്നത് കൊണ്ടാണ് കാട്ടിലെ രാജാവ് സിംഹമായിട്ട് മാറിയത്. നമ്മളും അതെ, നമ്മളെ ഉയർച്ചയ്ക്ക് കാരണക്കാരായിരിക്കുന്ന ആളുകൾ ആരൊക്കെയാണ് എന്ന് അറിഞ്ഞ് അവർക്ക് വേണ്ടതായിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്തു കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ? നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും നമ്മളെ രാജാവിനെ പോലെ സാക്ഷാൽ ഭഗവാൻ നമ്മളതാ രക്ഷിക്കണം. ആണ് സിംഹത്തിന്റെ പ്രത്യേകത. തിരിഞ്ഞു നോക്കി നടക്കണം എന്ന് പറഞ്ഞേ. നമ്മളും അതെ, നമുക്ക് വേണ്ടപ്പെട്ടതായിരിക്കുന്ന ആളുകൾക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുമ്പോഴാണ് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവുക. അല്ലെ, പിന്നിലുള്ളതായിരിക്കുന്ന വസ്തുക്കളെ, നമ്മൾ വളർന്നു വന്നതായിരിക്കുന്ന വഴിയെ, വണ്ടിക്ക് ഓടിക്കുന്ന സമയത്ത് അങ്ങനെയാണല്ലോ, നേരെ മുന്നിലേക്ക് മാത്രം നോക്കിയാൽ പോരാ പറയും. 2 ഭാഗത്തും കണ്ണാടി ഉണ്ടാവും. അതിലേക്കും കൂടി ഇടയ്ക്കിടയ്ക്ക് നോക്കുന്ന സമയത്തെ നേരാവണ്ണം യാത്രയാവാനായിട്ട് സാധിക്കും. പിന്നെ ധ്രുവകുമാരൻ ആലോചിച്ച് നോക്കൂ, അദ്ദേഹത്തിന് എല്ലാവിധ കളിപ്പാട്ടങ്ങളും ഉണ്ട്. പക്ഷെ ആ കളിപ്പാട്ടങ്ങളിലേക്കല്ല അദ്ദേഹം ശ്രദ്ധിച്ചത്, ഭഗവാനിലേക്കാണ് അദ്ദേഹത്തിന് മനസ്സ് വെക്കാൻ സാധിച്ചത്. കളിപ്പാട്ടത്തിലേക്ക് മനസ്സ് വെക്കുമ്പോ ഭഗവാനെ കിട്ടില്ല എന്ന് പറയട്ടെ. നമുക്ക് തന്നെ അറിയാലോ, നമ്മളൊക്കെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകാനായിട്ട് പുറപ്പെടുമ്പോ ചിലപ്പോ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെച്ചാൽ കുട്ടികൾ വന്ന് അച്ഛനെ കെട്ടിപ്പിടിച്ച് പറയും, അച്ഛാ പോവരുത് അച്ഛാ, അച്ഛൻ പോയി കഴിഞ്ഞാൽ ഇന്നാ വരിക, കുറേ ദിവസം കഴിഞ്ഞിട്ടല്ലേ വരൂ, പോവല്ലോ എന്ന് പറഞ്ഞാൽ അച്ഛനെ അങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കുമ്പോ അച്ഛന് പോവാതിരിക്കാൻ പറ്റുമോ? എന്നോ ഏറ്റവും ഓരോ പരിപാടിയായിരിക്കും, പോവാതിരിക്കാൻ പറ്റില്ലേ. അപ്പൊ അച്ഛൻ എന്ത് ചെയ്യും? കുട്ടികൾക്ക് കളിപ്പാട്ടമൊക്കെ കൊടുക്കും. ഇപ്പൊ കുട്ടിക്ക് കളിപ്പാട്ടം കിട്ടിക്കഴിഞ്ഞാൽ കുട്ടികളോ കളിപ്പാട്ടം എടുത്ത് ഒരു ഭാഗത്ത് പോയിട്ട് കളിക്കുകയാണ് എന്ന് മനസ്സിലായാൽ അച്ഛൻ കുട്ടിയെ കാണാതെ അപ്പുറത്തെ വാതിൽ കൂടെ മെല്ലെ രക്ഷപ്പെടും. എന്നാൽ ചില കുട്ടികളോ കളിപ്പാട്ടം കിട്ടിക്കഴിഞ്ഞാൽ ആ കളിപ്പാട്ടം ഒരു ഭാഗത്ത് കൊണ്ടുപോയി വെച്ച് അച്ഛനോട് പറയും, അച്ഛാ എനിക്ക് കളിപ്പാട്ടൊന്നും വേണ്ട കേട്ടോ, പിന്നെയോ അച്ഛ ഇവിടെ നിന്നാ മതി. അല്ലെ, അങ്ങനെ നിൽക്കുന്നവരുടെ അടുത്താണ് ആ ഭഗവാൻ എല്ലാ സമയത്തും അനുഗ്രഹിച്ചതാക്കൊണ്ടിരിക്കുക. അല്ലെ, കളിപ്പാട്ടത്തിലേക്ക് മനസ്സ് വെക്കുമ്പോ, ഈ ഐശ്വര്യത്തിലേക്ക് മനസ്സ് വെക്കുമ്പോ നമുക്ക് ഭഗവാൻ കിട്ടുന്നില്ല. ചെറിയ കുട്ടികളൊക്കെ ഉള്ള വീട്ടില് ആ കുട്ടികളെ നോക്കാൻ വേണ്ടി അമ്മമാർ എന്ത് ചെയ്യും? നല്ലൊരു പായൊക്കെ വിരിച്ച്, ഒരു വസ്ത്രമൊക്കെ വിരിച്ച് വളർന്നു കിടക്കുന്നതായിരിക്കുന്ന കുട്ടികൾ, ആ കുട്ടികളെ കരയാതിരിക്കാൻ നല്ല നിറമുള്ള കളിപ്പാട്ടം കയ്യിൽ കൊടുക്കും. ഈ കളിപ്പാട്ടം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോ കുട്ടി കരയണില്ല എന്ന് മനസ്സിലായ പിന്നെ അമ്മ അവിടെ നിൽക്കുന്നു. പിന്നെ അമ്മ എന്ത് ചെയ്യും? മെല്ലെ അടുക്കളയിൽ പോയി ഓരോ ജോലി എടുക്കും. ആ കയ്യിൽ നിന്ന് കളിപ്പാട്ടം വീണു പോയാൽ കുട്ടി കരയും. അപ്പൊ അമ്മ വന്ന് ആ കുട്ടിക്ക് കളിപ്പാട്ടം എടുത്തു കൊടുക്കും. കുറച്ച് കഴിഞ്ഞാൽ കുട്ടി കളിപ്പാട്ടം കയ്യിൽ നിന്ന് വീണു പോയി കഴിഞ്ഞാൽ പിന്നെ കരയാനായിട്ട് പുറപ്പെടും. കുറച്ച് കഴിഞ്ഞാൽ കുട്ടിക്ക് കാര്യം മനസ്സിലാവും. അപ്പൊ കുട്ടി എന്ത് ചെയ്യും? കളിപ്പാട്ടം എടുത്ത് വലിച്ചെറിഞ്ഞ് ഉറക്കൊക്കെ. ആ കരച്ചിൽ കേട്ട് കഴിഞ്ഞാൽ പിന്നെ അമ്മ എന്ത് ചെയ്യും? അമ്മ ഗ്യാസ് മുകളിലും ഓഫാക്കും, താഴത്തും ഓഫാക്കും. എന്നിട്ട് ഓടി വന്ന് ആ കുട്ടിയെ എടുത്ത് ലാളിക്കും. ഇതേപോലെ കളിപ്പാട്ടത്തിലേക്ക് മനസ്സ് വെക്കുമ്പോ ഒരിക്കലും നമുക്ക് ഭഗവാനെ കിട്ടുന്നില്ല. കാമം ഉള്ളിടത്ത് രാമൻ ഒരിക്കലും നിൽക്കില്ല എന്ന് പറയും. ആഗ്രഹങ്ങൾ ഉള്ളിടത്ത് ഭഗവാനെ അല്ലാതെ മറ്റുള്ള ഓരോരോ കാര്യത്തിലേക്ക് മനസ്സ് വെച്ചിട്ടാണോ ഈശ്വരനെ ഉപാസിക്കുന്നത്? ഇത് ഭഗവാൻ തരില്ല എന്നല്ല പറഞ്ഞത്. എന്ത് കളിപ്പാട്ടങ്ങളൊക്കെ തരും, പക്ഷെ അത് തന്നു കഴിഞ്ഞാൽ പിന്നെ ഭഗവാൻ അവിടെ നിൽക്കില്ല. എന്താ ആഗ്രഹിക്കേണ്ടത്? അല്ലെ, ആഗ്രഹിക്കേണ്ടത് ഇഹലോക സുഖസൗകര്യങ്ങളെ ആഗ്രഹിക്കാതെ ഭഗവാനെ അങ്ങയുടെ പാതാരവിന്ദ ഭക്തി മാത്രമാണ് വേണ്ടത്. അതാണ് ആ ധ്രുവകുമാരന്റെ ചരിത്രത്തിലൂടെ വർണ്ണിക്കുന്നത്. ആ വംശം വർണ്ണിച്ചു വരുന്ന സമയത്താണ് അങ്കൻ എന്ന പേരായിരിക്കുന്ന ഒരു മഹാരാജാവ്, അംഗമഹാരാജാവിന് കുട്ടികൾ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഒരു യാഗമൊക്കെ നടത്തി. ആ യാഗത്തില് ദേവന്മാര് വരാത്തത് കണ്ടപ്പോ പൂജ കഴിക്കുന്ന ഋത്തുക്കളോട് ചോദിച്ചു, എന്താ ദേവന്മാര് വരാത്തത് ചോദിച്ചു. അപ്പോ പറഞ്ഞു, അങ്ങ് വിവാഹം കഴിച്ച് അതിലെ കുട്ടികളില്ല, അതുകൊണ്ട് അങ്ങ് ഈ യാഗമല്ല നടത്തേണ്ടത്, വേറൊരു യാഗം നടത്തുന്നത്. അതിന് പുത്രകാമേഷ്ടി നടത്തി. ആ പുത്രകാമേഷ്ടിയില് സാക്ഷാൽ ഭഗവാൻ തന്നെ അവതരിച്ചു. കയ്യിലുള്ള പായസം അംഗമഹാരാജാവിന്റെ കയ്യിൽ കൊടുത്തു. മഹാരാജാവേ, ഈ പായസം അങ്ങയുടെ ഭാര്യയ്ക്ക് കൊണ്ടുപോയി കൊടുത്തു, എന്നാൽ അങ്ങക്ക് ഒരു ഉണ്ണി ഉണ്ടാവുന്നു. മഹാരാജാവ് പായസം കയ്യിൽ പിടിച്ച് തന്റെ ആ കൊട്ടാരത്തിലേക്ക് കയറി വരുമ്പോ ആലോചിച്ചു, ഈ പായസം ഭൂമിയിൽ നിന്നും ഉണ്ടാക്കിയതല്ല, ദേവലോകത്തു നിന്ന് ഉണ്ടാക്കിയതല്ല. ഒരു തരി പോലും കഴിക്കാതെ മുഴുവനും ഭാര്യയ്ക്ക് കൊടുക്കുക പറഞ്ഞാൽ അത് ശരിയാവില്ല. അതുകൊണ്ട് പായസം കഴിക്കണം എന്നുള്ള ആഗ്രഹം മഹാരാജാവിന്. പക്ഷെ അത് കഴിച്ചാലേ അപകടം ആലോചിച്ചിട്ടോ അദ്ദേഹം കഴിച്ചില്ല. അത്രേ
അവസാനം ഇതിന്റെ അടപ്പൊക്കെ ഇതാ തുറന്നു. ഇത് കഴിച്ചാലല്ലേ കുഴപ്പമുള്ളൂ, വാസനിച്ചാൽ കുഴപ്പമില്ലല്ലോ വിചാരിച്ച് അത് ഒന്നിച്ചെടുത്ത് മൂക്കിലെടുത്ത് കൊണ്ടുപോയി വാസനിച്ചു. ഇങ്ങനെ വാസനിച്ചതായിരിക്കുന്ന പായസം തന്റെ ഭാര്യയ്ക്ക് കൊണ്ടുപോയി കൊടുത്തു. അതുകൊണ്ട് ഉണ്ടായതായിരിക്കുന്ന ഉണ്ണി ദുഷ്ടനായിട്ട് മാറി. അല്ലേ? അപ്പൊ നല്ല കാര്യങ്ങൾ ചെയ്യണം എന്ന് വിചാരിച്ച് നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോ അതിൽ എന്തെങ്കിലും വിപരീതമായിട്ട് കാര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തായിരിക്കും? ദേശശുദ്ധിയെ വ്യത്യാസമായിട്ട് മാറും. അങ്ങനെ ദുഷ്ടനായിരിക്കുന്ന ഒരു ഉണ്ണി, വേനൻ എന്നാണ് പേരിട്ടത്. വേനൽക്കാലം പോലെ തന്നെ അത്ര ഇവനെ കൊണ്ട് ഒരു ഉപകാരമില്ല. ഇവൻ ഇങ്ങനെ മുട്ടുകുത്തി നടക്കാനായിട്ട് പുറപ്പെടുമ്പോ ഈച്ചനെ കണ്ട അപ്പടിച്ചു കൊടുക്കും, എറുമ്പിനെ കണ്ട അപ്പടിച്ചു കൊടുക്കും. ചില കണ്ണ് കാണാത്ത മുത്തശ്ശന്മാരുടെ അടുത്തൊക്കെ പോയി മുത്തശ്ശനോട് ചോദിക്കും, അങ്ങോട്ട് പോകാൻ ഞാൻ സഹായിക്കണമെന്ന് ചോദിച്ച് ഈ മുത്തശ്ശന്റെ ഒക്കെ കയ്യെ പിടിച്ച് പൊട്ടക്കിണറ്റ് കൊണ്ടുപോയി ഉന്തി തന്നെ. ചിലപ്പോ ചില കുട്ടികളെയൊക്കെ വെള്ളത്തിൽ ഇങ്ങനെ മുക്കി പിടിക്കും അത്രേ. അപ്പൊ രാജാവ് ചോദിക്കും, എന്തിനാ ഉണ്ണി നീ ഇങ്ങനെയൊക്കെ കുട്ടികളെ വെള്ളത്തിൽ ഇങ്ങനെ മുക്കി പിടിക്കണത്? അതെന്താ അറിയ, ഒരു കുമിള അങ്ങനെ മുകളിലേക്ക് വരുന്നത് കാണാൻ രസ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഈ ഉണ്ണിയുടെ ദുരിതം ദുഷ്ടത്തരം സഹിക്കവയ്യാതെ അന്ന് മഹാരാജാവ് അവിടുന്ന് കാട്ടിലേക്ക് യാത്രയായി. അപ്പൊ മന്ത്രിമാരൊക്കെ പാടെ നോക്കി, എവിടെയാ രാജാവ് എന്ന് കാണുന്നില്ല. അങ്ങനെ രാജാവ് കിടന്നുറങ്ങണം മുറിയിൽ പോയി നോക്കിയപ്പോ അവിടെ ഒരു കവിത എഴുതി വെച്ചിട്ടുണ്ട്. കഥപത്യം വരം മന്യേ സതപത്യാംശുചാമ്പതാൽ നിർവിദ്യേത ഗൃഹാൻ മർത്യ യൽ ക്ലേശനിവഹാഗൃഹ. ഇനി ആരെങ്കിലും കുട്ടികൾ ഉണ്ടാവണമെന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നുണ്ട് വെച്ചാൽ ഒരിക്കലും നല്ല കുട്ടികൾ ഉണ്ടാവണമെന്ന് ആരും പ്രാർത്ഥിക്കാനായിട്ട് പാടില്ല. പിന്നെ എന്ത് വേണം? എനിക്കുണ്ടായില്ലേ ദുഷ്ടനായിരിക്കുന്ന ഒരുത്തൻ, ഇങ്ങനെ ഒരുത്തൻ ഉണ്ടാവണം എന്നാണ് എല്ലാവരും പ്രാർത്ഥിക്കേണ്ടത്. മഹാരാജാവ് പറയാനുള്ള കാരണം, കുട്ടികളെ അടി കിട്ടിയിട്ട് അടിച്ചാലും തിരക്കിടില്ല. ചിലപ്പോ ഏതെങ്കിലും അച്ഛനും അമ്മയൊക്കെ വീട് വിട്ട് പുറത്തേക്ക് ഇറങ്ങി ഭഗവാനെ ഉപാസിക്കാനായിട്ട് പുറപ്പെടും. അങ്ങനെ വേനന്റെ ദുർഭരണം സഹിക്കവയ്യാതായി. ഹോതവ്യം ദിജാകുതിൽ. ആദ്യം തന്നെ പറഞ്ഞത് ഭരണപരിഷ്കാരത്തിൽ ആദ്യം തന്നെ ആരും ഹോമം കഴിക്കാൻ പാടില്ല. ഹോമം കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാലോ, അല്ലെ, അഗ്നിക്ക് കൊടുക്കേണ്ടത് അഗ്നിക്ക് കൊടുക്കണം. അഗ്നിക്ക് കൊടുക്കേണ്ടത് അഗ്നിക്ക് കൊടുത്തില്ല വെച്ചാൽ അഗ്നി ക്ഷോഭിക്കും. അല്ലെ, നമുക്ക് കിട്ടേണ്ടത് നമുക്ക് കിട്ടിയില്ല വിചാരിക്കുക. രാവിലെ 8:30 8:45 9 10 മണിയായി 11 മണിയായി. പിന്നെ നമ്മളെന്നെല്ലാം എഴുന്നേറ്റ് ഭാര്യന്റെ അടുത്ത് പൊളിച്ചിട്ട് എന്തെന്നൊന്നും ഉണ്ടാക്കിയില്ലേ, ഗ്യാസ് ഇല്ല മനുഷ്യ, എന്താ നിങ്ങൾ പറയണത്, നിങ്ങൾ ഇതൊന്നും നോക്കിയില്ലേ? അപ്പോ അവരവർക്ക് കിട്ടേണ്ടത് അഗ്നിക്ക് കിട്ടേണ്ടത് അഗ്നിക്ക് കൊടുക്കണം, ഭൂമിക്ക് കൊടുക്കേണ്ടത് ഭൂമിക്ക് കൊടുക്കുമ്പോഴേ ഭൂമിക്ക് സന്തോഷമാവും. അല്ലേ? ഭൂമിക്ക് കൊടുക്കേണ്ടത് കൊടുത്തില്ല വെച്ചാലോ ഭൂമിക്ക് കുഴപ്പതാ വരും. മുത്തശ്ശൻ കയ്യിലുള്ള പാത്രത്തില് എടുത്ത് നെല്ലിങ്ങനെ വിത്തിങ്ങനെ വലിച്ചെറിയുന്നത് കാണുമ്പോ ഒരു ചെറിയ കുട്ടി പറയാ, കണ്ടില്ലേ മുത്തശ്ശൻ കഴിക്കാനുള്ളതായിരിക്കുന്ന ഈ ഭക്ഷണമൊക്കെ വെറുതെ വലിച്ചതാ അറിയണ്ടേ. മുത്തശ്ശന് അറിവ് കൂടിയിട്ടാ. കാരണം എന്താണ്, ഇത് ഭൂമിയിലേക്ക് വരച്ചു കഴിഞ്ഞാൽ മാത്രമേ അത് ഇരട്ടിയായിട്ട് നമുക്ക് ഇതാക്കും. ഇങ്ങനെ അഗ്നിക്ക് കൊടുക്കേണ്ടത് അഗ്നിക്ക് കൊടുക്കണം, വെള്ളത്തിന് കൊടുക്കേണ്ടത് വെള്ളത്തിന് കൊടുക്കേണ്ടതാണ്. ഇവിടെ അഗ്നിക്ക് കിട്ടണില്ല. ഇങ്ങനെ എല്ലാതും ഈ ലോകം മുഴുവനും ക്ഷോഭിച്ചു. അങ്ങനെ വേനന്റെ അടുത്ത് മഹർഷീശ്വരന്മാര് വന്ന് ഹും എന്നൊരു ശബ്ദം ഉണ്ടാക്കിയത്രേ. ആ ഹുങ്കാരത്തില് വേനൻ മരിച്ചതാ വീണു. ആരൊക്കെ തന്റെ മകനെ പറ്റിയിട്ട് വേണ്ടാത്തത് പറഞ്ഞാലും ഹുമാതാ നജായേൽ, ഒരു സ്ത്രീക്ക് ചീത്ത സ്ത്രീ ആവാനായിട്ട് സാധിക്കില്ല. അങ്ങനെ ആ അമ്മ എണ്ണത്തോണിയിൽ സൂക്ഷിച്ചു. മഹർഷീശ്വരന്മാര് വന്ന് വേനന്റെ കാലുകള് തമ്മിൽ കടഞ്ഞു. അതിൽ നിന്ന് നിഷാദന്മാര് എഴുന്നേറ്റ് വന്നു. പിന്നീടാണ് കൈകള് തമ്മിൽ കടഞ്ഞത്. അതിൽ സാക്ഷാൽ ഭഗവാൻ മഹാവിഷ്ണു ഈ ഭൂമിയില് പൃഥുവായിട്ട് അവതരിച്ചു. സാക്ഷാൽ മഹാലക്ഷ്മി ഭഗവാന്റെ ഭാര്യയായിട്ട് അർച്ചിസായിട്ടും ഈ ഭൂമിയിൽ അവതരിച്ചു. അങ്ങനെ അവര് ഈ വേണ്ട രീതിയിൽ ഈ ലോകം ഭരിക്കാനായിട്ട് പുറപ്പെട്ടു. അപ്പോഴേക്കും ജനങ്ങളൊക്കെ വന്ന് ഭഗവാനോട് പറഞ്ഞു, ഭഗവാനെ ഗംഭീരമായിട്ട് ഇവര് സ്തുതിച്ചു. സ്തുതിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാജാവായി കഴിഞ്ഞാൽ സ്തുതിക്കുക എന്നുള്ളത് ഒരു വിഭാഗം ആൾക്കാരുടെ ഒരു പ്രത്യേകത. അങ്ങനെയുള്ള ആൾക്കാരെയാണ് ഈ സ്തുതിപാഠകന്മാരെന്ന് പറയുന്നത്. അപ്പൊ സ്തുതിപാഠകന്മാരെന്ന് പറഞ്ഞ എന്താ അർത്ഥം? പണം കിട്ടാൻ വേണ്ടിയിട്ട് സ്തുതിക്കുക. അപ്പൊ ഭഗവാനെ തോന്നി, ഇങ്ങനെയല്ല കേട്ടോ സ്തുതിക്കേണ്ടത്, ഞാൻ ഈശ്വരനല്ലേ. അപ്പൊ ഈശ്വരനെ സ്തുതിക്കുന്നത് പോലെ. കർമ്മത്തിന്റെ അർത്ഥം എന്താണ്? കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് കർമ്മയോഗമായിട്ട് തീരണം. ഭഗവാനെ ഉപാസിക്കലായിരിക്കണം സ്തുതി. അപ്പൊ അങ്ങനെയല്ലല്ലോ സാധാരണ ഒരാളെ സ്തുതിക്കുന്നത് പോലെയല്ലേ സ്തുതിക്കുന്നത്. അപ്പൊ ഇവരൊക്കെ എന്തിനാ സ്തുതിക്കുന്നത്? സ്തുതിച്ചു കഴിഞ്ഞാൽ കുറെ പണം കിട്ടും. അവരാണ് സ്തുതിപാഠകന്മാര് എന്ന് പറയാം. പണം കിട്ടാൻ വേണ്ടിയിട്ട് സ്തുതിക്കുക, അല്ലെ? അങ്ങനെയുള്ള സ്തുതിപാഠകന്മാരുടെ സ്തുതിയല്ല ഞാനത് ആഗ്രഹിക്കുന്നത്. അതാണ് മഹാരാജാവിന്റെ മകൻ ഒരു കിണറിൽ വീണു. അപ്പൊ കിണറിൽ വീണപ്പോ അവിടെയുള്ള ആൾക്കാരെല്ലാവരും വന്ന് ആ കിണറില് അടുത്ത് വന്ന്, മഹാരാജാവിന്റെ മകനല്ലേ വീണത്, എല്ലാവരും കിണറിലേക്ക് ഇറങ്ങി. മഹാരാജാവിന് മനസ്സിലായി
എന്റെ മകൻ കിണറിൽ വീണുണ്ടെന്ന്. അപ്പൊ മഹാരാജാവ് വന്നു നോക്കിയ സമയത്തോ ഭഗവാനെ എത്ര ആൾക്കാരാ കിണറിൽ അറിയില്ല, എല്ലാ ആൾക്കാരെയും രക്ഷപ്പെടുത്തി അവസാനം മകനെ രക്ഷപ്പെടുത്തി പോണ സമയത്ത് അടുത്ത കിണറ്റുന്നൊരു ശബ്ദം കേട്ടു. ഇവിടെയുണ്ട് ഒരാള്, ഭഗവാനെ ഇവിടെ ഉള്ള ആളെ രക്ഷിക്കടേ രക്ഷിക്കടേ രക്ഷിക്കടേ. അവിടെ പോയി നോക്കിയ സമയത്ത് മന്ത്രി ആ കിണറ്റില് വീണ് കിടക്കണം. വേഗം മന്ത്രിയെ രക്ഷപ്പെട്ടു. അങ്ങനെ മന്ത്രിയോട് ചോദിച്ചു, മന്ത്രി എന്റെ മകൻ ആ കിണറിലല്ലേ വീണത്, അതുകൊണ്ട് ആ കിണറിലല്ലേ ചാട്ടത് ചോദിച്ചു. അപ്പൊ മന്ത്രി പറഞ്ഞു അതിൽ സ്ഥലമില്ല, എന്താ ചെയ്യുക, ഏതെങ്കിലും ഒരു കിണറിലെ ചാടി കഴിഞ്ഞാലല്ലേ അങ്ങയുടെ അടുത്തത് എന്തെങ്കിലും പൈസ കിട്ടുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെയാണ് സ്തുതിപാഠകന്മാര് എന്ന് പറയും. അങ്ങനെ സ്തുതിച്ചിട്ട് കാര്യമില്ല. എന്ത് വേണം, കർമ്മങ്ങൾ ചെയ്യണ സമയത്ത് അത് ഭഗവാന്റെ അടുത്തേക്ക് എത്തിച്ചേരണേ, ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുന്ന രീതിയിൽ ആ കർമ്മങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് എന്ത് വേണം, ഞാൻ ഈശ്വരനാണ് എന്നുള്ള ഭാവത്തോടു കൂടി പാദയോരരവിന്ദം ച, ഭഗവാന്റെ ആ പാദങ്ങളില് സ്വർണത്തിന്റെ രൂപത്തിലുള്ളതായിരിക്കുന്ന അങ്കുശം, അതേപോലെ താമരപ്പൂക്കളൊക്കെ കാണാനായിട്ട് സാധിച്ചു. അത് ഗംഭീരമായിട്ട് സ്തുതിച്ചു. സ്തുതിയൊക്കെ കേട്ട ഭഗവാൻ അവരൊക്കെ അനുഗ്രഹിച്ചു. എന്നിട്ട് ജനങ്ങൾക്ക് കൃഷികാര്യങ്ങളിലേക്കൊക്കെ കൂടുതൽ പ്രാധാന്യത കൊടുത്തു. അങ്ങനെ മഹാരാജാവ് ഐശ്വര്യം ഉണ്ടാവാൻ വേണ്ടി ധാരാളം യാഗങ്ങൾ നടത്തി. യാഗം നടത്തിയതോടുകൂടി സകല നിവേദ്യ വസ്തുക്കളും ഒന്നിച്ചതായെടുത്ത്, കാർഷിക വസ്തുക്കളൊക്കെ പാടെ തലയിലെടുത്ത് അവര് ഈ രാജാവിന്റെ യാഗസ്ഥാനത്ത് കൊണ്ടുപോയിട്ട് വെച്ചു. അങ്ങനെ ഒരു യാഗം കഴിഞ്ഞപ്പോ കുറെ സാധനങ്ങളൊക്കെ ബാക്കി. അപ്പൊ എന്ത് ചെയ്തു, ഒരു യാഗം കൂടി നടത്തി. അപ്പൊ കുറെ സാധനങ്ങൾ ബാക്കി. അപ്പൊ ഒരു യാഗം കൂടി നടത്തി. ഇങ്ങനെ 99 യാഗം നടത്തി. 100ാമത്തെ യാഗം നടത്തി കഴിഞ്ഞാൽ ഇന്ദ്രൻ ഇരിക്കുന്നതായിരിക്കുന്ന സ്ഥാനത്തേക്ക് ഒരാൾക്കും കൂടി കയറി ഇരിക്കാൻ പറ്റും. അത് ഇന്ദ്രന് ഒരിക്കലും ഇഷ്ടമല്ല. ഇന്ദ്രന്റെ കാര്യം ഇവിടെ നമ്മളെ സ്ഥിതി ആലോചിച്ച് നോക്കൂ. നമ്മളിരിക്കുന്ന സ്ഥലത്ത് വേറെ ആൾ കയറി ഇരുന്ന് കഴിഞ്ഞാലും അതൊക്കെ ദേഷ്യം വരും. ഇതേപോലെ ഇന്ദ്രന് ഇരിക്കുന്ന സ്ഥാനത്തേക്ക് ഒരാൾക്കും കൂടി കയറി വരാനായിട്ട് സാധിക്കും. അപ്പൊ ഇന്ദ്രൻ എന്ത് ചെയ്തു, ഈ യാഗത്തിനെ മുടക്കാനായിട്ട് പുറപ്പെട്ടു. അങ്ങനെ ഏകോന ശതക്രതു എന്നുള്ള പേര് മഹാരാജാവിന് മഹാരാജാവിന് ഭഗവാൻ കൊടുത്തു. അവരുടെ ആ വംശം ഇങ്ങനെ വർണ്ണിച്ചു വരുന്ന സമയത്താണ് വിജിതാശ്വൻ എന്ന പേരായിട്ടുള്ള ഒരു രാജാവിന്റെ ചരിത്രം, പിന്നീട് ബെരിഹിഷത്ത് എന്ന പേരായിരിക്കുന്ന ഒരു രാജാവിന്റെ ചരിത്രകഥ വർണ്ണിച്ച് വരുമ്പോ അദ്ദേഹം വിവാഹം കഴിച്ചതായ ശതദ്രുതി എന്ന പേരായിരിക്കുന്ന പെൺകുട്ടി. അങ്ങനെ ശതദ്രുതിയില് ഒരുമിച്ച് 10 കുട്ടികൾ ഉണ്ടായി. അവരെയാണ് പ്രചേതസ്സുകൾ എന്ന് പറയാം. ആ പ്രചേതസ്സുകള് അവരെങ്ങനെ ഭഗവാനെ ഉപാസിക്കാനായിട്ട് ഇറങ്ങിത്തിരിച്ച് അവരെങ്ങനെ അവസാനം ഇന്ന് നമ്മൾ കാണുന്നതായിരിക്കുന്ന ഗുരുവായൂര് അമ്പലത്തിന്റെ നേരെ മുന്നിൽ എത്തിച്ചേർന്നു. അപ്പോഴാണ് വലിയതായ ഒരു സരസ് കണ്ടത്. ആ സരസിന്റെ അടുത്ത് നിൽക്കുന്ന സമയത്ത് 10 കുട്ടികൾക്കും ഒരു വലിയ പാട്ട് കേൾക്കാനായിട്ട് സാധിച്ചു. ശ്രദ്ധിച്ചു നോക്കിയ സമയത്ത് പാട്ട് പാടുന്ന ആള് മാത്രമല്ല, അദ്ദേഹത്തിന്റെ 4 ഭാഗത്തും അനവധി ആളുകള് ഒരുമിച്ച് അങ്ങനെ ഭജന പാടുന്നുണ്ട്. എനിക്ക് ഇത്ര ആരാ ഇങ്ങനെ പാട്ട് പാടുന്നത് നോക്കിയ സമയത്ത് ആടും പാമ്പ്, അസ്ഥിജാലം, കഴുത്തില് ധാരാളം പാമ്പുകളുണ്ട്. കഴുത്തിലാണെന്ന് വെച്ചാൽ അസ്ഥി കൊണ്ടുള്ളതായിരിക്കുന്ന മാല അണിഞ്ഞിട്ടുണ്ട്. 3ാമത്തെ തൃക്കണ്ണുണ്ട്. കയ്യിൽ കുറെ ആയുധങ്ങളൊക്കെ പിടിച്ചിരിക്കുന്ന അദ്ദേഹം ഈ കുട്ടികളോട് ചോദിച്ചു, ഇത്രേ കുട്ടികളെ, ഞാനാരാ നിങ്ങൾക്കറിയോ? പണ്ട് ഈ ഗുരുവായൂരമ്പലത്തിൽ ഞാനായിരുന്നു. പിന്നെ ഗുരുവായൂരപ്പ് വന്ന സമയത്ത് അദ്ദേഹം ഇവിടെ ഇരുന്നോട്ടെ വിചാരിച്ച് ഞാൻ എന്ത് ചെയ്തു, ഞാനതാ അവിടുന്ന് മാറി ഇപ്പൊ കുറച്ചപ്പുറത്ത് മമ്മിയൂര് എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ ഒരു 10 സെന്റ് സ്ഥലമൊക്കെ ആയി. അവിടെയാണ് പരിപാടിയൊക്കെ. അതുകൊണ്ട് ഈ ഗുരുവായൂരപ്പനെ ഉപാസിക്കാനായിട്ട് വരുന്ന ആൾക്കാരൊക്കെ എന്നെയും തൊടുത്തിട്ടേ ഇവിടുത്തെ യാത്രയാവതാ പതിവുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്കറിയോ ഈ ഗുരുവായൂരപ്പനെ ഉപാസിക്കേണ്ടതായിരിക്കുന്ന മന്ത്രം, ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞ യോഗാദേശം എന്ന പേരായിരിക്കുന്ന ഒരു മന്ത്രത്തിനെ ആ കുട്ടികൾക്ക് ഭഗവാൻ മഹാദേവൻ പറഞ്ഞു കൊടുത്തു. അഥാനഖാംഘ്രേയം തവ കീർത്തിയർത്ഥയോ. അങ്ങനെ ഈ കുട്ടികൾ 10 പേരും കൂടി ഇന്ന് നമ്മൾ കാണുന്നതായിരിക്കുന്ന ഗുരുവായൂർ അമ്പലക്കുളത്തിലേക്ക് ഇറങ്ങി അവരവിടെ ഇരുന്ന് ആ ഭഗവാനെ, അതിമനോഹര സ്വരൂപത്തിലുള്ള ഭഗവാനെ ഇങ്ങനെ ധ്യാനിക്കാനായിട്ട് പുറപ്പെട്ടു. ആ മന്ത്രം ഇങ്ങനെ അവര് ജപിക്കാനായിട്ട് പുറപ്പെട്ടു. ഓരോ ദിവസവും കുട്ടികൾ മന്ത്രം ജപിക്കാൻ പുറപ്പെടുമ്പോ ശ്രീകോവിലിന്റെ ഉള്ളിൽ പിന്നെ ഭഗവാൻ ഇരിക്കാനായിട്ട് പറ്റില്ല. ശ്രീകോവിലിന്റെ ഉള്ളിൽ ഇരുന്ന ശ്രീകൃഷ്ണ ഭഗവാൻ ചെറിയ സ്വരൂപം സ്വീകരിച്ച് മെല്ലെ മെല്ലെ പുറത്തേക്ക് ഇറങ്ങി വരും. കുത്തുകുത്തി ഭഗവാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോ ഭഗവാൻ ആലോചിച്ചു, അല്ല ഈ കുട്ടികൾ ഇനിയിപ്പോ എപ്പോഴാ ഈ മന്ത്രം ജപിക്കണമെന്ന് നിർത്തുക അറിയില്ല, വല്ല വിശപ്പറ്റം വന്നാലോ മുഖ്യത്രയും മുന്നിലേക്ക്. അപ്പൊ അവിടെ ഈ കദളിപ്പഴും അവലും മലരും ഒക്കെ കണ്ടു. അതൊക്കെ പാടൊരു പൊതിയിലാക്കി ഇടത്തെ കയ്യിൽ പിടിച്ചു കൊടുക്കുക. എന്നിട്ട് മെല്ലെ മെല്ലെ പുറത്തേക്ക് ഇറങ്ങി കൊടിമരമൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി
ആ സരസിന്റെ തീരത്തുള്ള മരത്തിന്റെ പിന്നിൽ അങ്ങനെ ഒളിഞ്ഞിരുന്ന ചിലപ്പോ എന്റെ പാദങ്ങളിലുള്ള സ്വർണത്തിന്റെ പാദസരത്തിന്റെ ശബ്ദറ്റം കേട്ടാൽ ചിലപ്പോ ഒരു ജപിക്കുന്നത് നിർത്തിക്കഴിഞ്ഞാലോ അത് വേണ്ടാട്ടോ എന്നുള്ള രീതിയിൽ രണ്ട് കാലിന്റെ മുകളിലുള്ളതായിരുന്ന സ്വർണത്തിന്റെ പാദസരം ഭഗവാൻ മുകളിലേക്കാക്കി, അരയിലുള്ളതായിരിക്കുന്ന കിങ്ങിനൊക്കെ മുകളിലേക്ക് ഇതാക്കി, കഴുത്തിലുള്ളതായിരിക്കുന്ന സ്വർണ്ണാഭരണമൊക്കെ മിണ്ടാതെ ശബ്ദം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി പൊത്തിപ്പിടിച്ചുകൊണ്ട് ഇപ്പോ മരത്തിന്റെ പിന്നിലിരുന്ന് ആ ഭഗവാൻ ഇങ്ങനെ കുട്ടികള് ജപിക്കുന്നതായിരിക്കുന്ന മന്ത്രവും ശ്രദ്ധയോട് കൂടിയിട്ടതാ കേട്ടിരിക്കുകയാണ്. അത്രയും എത്ര കാലമാണ് ഇവര് അവിടെ ഇരുന്ന് നാമം ജപിച്ചത് എന്നറിയില്ല, എത്ര കാലം ജപിച്ചു എന്നറിയില്ല, അനവധി കാലം. ധ്രുവവൽ ശീഘ്രത, ധ്രുവകുമാരന് 6 മാസം കൊണ്ട് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഈ കുട്ടികളുടെ മുന്നിലേക്ക് 1000 കൊല്ലം കഴിഞ്ഞിട്ടും ഭഗവാൻ ഇതാ പ്രത്യക്ഷപ്പെട്ടില്ല അത്രേ. പക്ഷെ ഭഗവാൻ ഒരു പ്രത്യേകത, ആരെങ്കിലും ഒരാള് ഭഗവാനെ ഉപാസിക്കാനായിട്ട് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ അവരെ മാത്രമല്ല ഭഗവാൻ അനുഗ്രഹിക്കുക, അവരുടെ അച്ഛനെ അനുഗ്രഹിക്കും, അവരുടെ അമ്മയെ അനുഗ്രഹിക്കും, അവരുടെ കുടുംബത്തിലുള്ള സകല ആളുകളെയും അനുഗ്രഹിക്കും എന്നുള്ള രീതിയിൽ ഈ കുട്ടികളുടെ പ്രചേതസ്സുകളുടെ അച്ഛനായിരിക്കുന്ന പ്രാചീന ബിർഹിസിനെ അനുഗ്രഹിക്കാൻ വേണ്ടി തന്റെ ഭക്തനായിരിക്കുന്ന നാരദ മഹർഷിയെ ഭഗവാൻ ഇതാ ഏർപ്പാടാക്കുന്നു. അങ്ങനെ നാരദ മഹർഷി നേരെ പ്രാചീന ബിർഹിസിന്റെ അടുത്തേക്ക് ഇതാ എത്തിച്ചേരുന്നതും അവിടെ വെച്ച് ഒരു വലിയതായ തത്വം അടങ്ങിയതായിരിക്കുന്ന കഥ, അതാണ് പുരഞ്ജനോപാഖ്യാനം. ആ പുരഞ്ജനോപാഖ്യാനത്തിന് താൻ പറഞ്ഞു കൊടുക്കുന്നതും അത് കേട്ടതോട് കൂടിയിട്ട് പരമജ്ഞാനം ഉദിച്ചതായ പ്രാചീന ബിർഹിസ് ഭഗവാന്റെ അടുത്തേക്ക് എത്തിച്ചേർന്നതുമായ കഥയോട് കൂടിയിട്ടാണ് 4ാമത്തെ സ്കന്ധം പറഞ്ഞതാ സമർപ്പിക്കുന്നത്. കുറച്ചും കൂടി ഭാഗം നമ്മൾ അനുസ്മരിക്കേണ്ടതാണ് ഇന്ന്. പക്ഷെ ഇന്ന് സമയമായതുകൊണ്ട് എന്ത് ചെയ്യാം, ഇന്ന് ആ ഭാഗങ്ങളൊക്കെ ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കാം.